എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇവരൊക്കെ പറഞ്ഞത് വെച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവില്ല. ആ ബലിയിടുമ്പോൾ പോലും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടായത്. 11:11 മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? അയ്യോ, പറ്റോ ഇല്ല? പറ്റിയാൽ എന്റെ മുഖം നോക്കി പറയൂ, അഥവാ നടന്നാലോ? നിങ്ങൾ വലിയ ആളായി മാറേണ്ടത്. എന്ത് വേണം? ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ജാങ്കോ, ഞാൻ പെട്ടു. ആക്ച്വലി എന്താണ് ജ്യോതിഷന്റെ ജോലി എന്നറിയോ? നാളെ ഈ കുട്ടി ഇതെടുത്തിട്ട് ഹരിപത്രാപുരം എന്നോട് ഇങ്ങനെ മോശമായി ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് 10 തെറി കമന്റ് വരുന്നത് കണ്ടാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് പറയുന്നതിനകത്തൊരു ത്രില്ലുണ്ട്. ഹായ്, ഹലോ, മീഡിയ ഭാരതിലെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അധീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ, ചാറ്റ് വിത്ത് അധീന. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഹരി പത്തനാപുരം സാറാണ്. സാർ ഒരു ആസ്ട്രോളജറാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ആസ്ട്രോളജർ സാറാണെന്ന് തോന്നുന്നു. എന്താണ് അഭിപ്രായം? ഞാനല്ലല്ലോ ശരിക്കും, എനിക്കൊത്തിരി പാടുണ്ടെന്ന് പറയുന്നത് പൊങ്ങച്ചല്ലേ. പക്ഷെ സ്നേഹിക്കുന്നവര് ഒരുപാടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ കുട്ടികൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ആസ്ട്രോളജിയിൽ നിന്ന് ഒത്തിരി അകന്നു പോകുന്നു, അല്ലെങ്കിൽ ആചാരങ്ങളിൽ, ഹൈന്ദവ ആചാരങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നുന്ന കുട്ടികൾ ഒരു ചെറിയ ശതമാനമെങ്കിലും പോകുന്നവർ അല്പം എന്തെങ്കിലും ഒന്ന് കാണുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ചെയ്യുന്ന ഒരു ആസ്ട്രോളജർ ഞാനാണ്. പിന്നെ അത് ഫാനാണോ, വിമർശകരും ധാരാളം ഉള്ളൊരു ആസ്ട്രോളജറാണ്. അപ്പം സ്വാഭാവികമായിട്ടും വിമർശകർ ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നവരും കുറെ ഉണ്ടാവും. ഫാനാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ പറയും. അതെ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്ദി. പിന്നെ അതേപോലെ ഇപ്പോൾ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ന്യൂ ജനറേഷൻ, ആ ഒരു തലമുറയെ തന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രൂവൺ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൂവാണല്ലേ വേണ്ടത്. നമ്മൾ ഇപ്പം ഈ ആസ്ട്രോളജി അല്ല, ഏതാണെങ്കിലും ഏതൊരു നമ്മൾ പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വരുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ പുതുതലമുറയോട് അത് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കൺവീൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരങ്ങ് തള്ളിക്കളയും. അങ്ങനെ പാരമ്പര്യമായിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മുടെ പുതിയ തലമുറ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഈ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യം, ഇന്ന് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എനിക്കിന്ന് ഗുണം കിട്ടുന്ന രീതിയിൽ എൻ്റെ വിശ്വാസം എന്ന് എല്ലാവരും പറയുമ്പോൾ ഞാൻ പറയുന്നത് നാളെ വരുന്ന തലമുറയ്ക്ക് കൂടി അതുകൊണ്ടൊരു ഗുണമുണ്ടാവുകയും അവരും ഈ നല്ലൊരു പാതയിൽ സഞ്ചരിക്കണം എന്നുള്ളതുമാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെയാണോ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ അവരുടെ ചോദ്യത്തിന്, അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ചോദ്യത്തിന് എങ്ങനെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബേസായിട്ട് ആസ്ട്രോളജിയെ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൽ പുതിയ തലമുറയിലെ കുട്ടികളെ കൺവിൻസ് ചെയ്യിച്ചില്ലെങ്കിലുള്ള പ്രശ്നം ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം ഇപ്പൊ ഈ ആസ്ട്രോളജി പോലും കുറച്ച് കഴിയുമ്പോൾ ആരും വിശ്വസിക്കാത്ത ഒരു തലത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ചെറിയ ചെറിയ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കണം. അങ്ങനെ ഒരു ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാൻ വേണ്ടി യുവതലമുറ പിന്നെ തയ്യാറാകുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ പലരും ചോദിക്കുന്നുണ്ട്, ദൈവമുണ്ടെങ്കിൽ അത് സയന്റിഫിക്കലി പ്രൂവൺ അല്ലല്ലോ, അപ്പൊ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കും? അപ്പൊ ആ ഒരു തരത്തിലൂടെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ജ്യോതിഷത്തെ ഈ ഒരു യുവതലമുറയ്ക്ക് മുന്നിൽ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുക? നമുക്കിപ്പോ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമുക്കതൊരു സയൻസ് വെച്ച് കണ്ടത്. പിന്നെ സയൻസിന് ഒരു ഡെഡ് എൻഡ് ഇല്ല. എന്നുവെച്ചാൽ സയൻസ് ഇവിടെ നിൽക്കുന്നു എന്നൊരു കാര്യമില്ല. സയൻസ് എന്ന് പറയുന്നത് പുതിയ 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 കണ്ടുപിടുത്തങ്ങളാണ്. ഇന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ നാളെ സയൻസിൽ ഒരു പക്ഷേ അത് തെറ്റാണെന്ന് വരും, പുതിയ കണ്ടുപിടുത്തം വരും, അഡ്വാൻസ്ഡ് ആവും. അപ്പൊ നമ്മൾ പണ്ട് പഠിച്ച പല കാര്യങ്ങളും പിന്നീട് നമുക്ക് മാറ്റി പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് സയൻസിന്റെ പോരായ്മയായിട്ടല്ല ഞാൻ പറയുന്നത്, അഡ്വാൻസ്ഡ് സയൻസിൽ ഇന്ന് അത് പഠനങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിപ്പം നിങ്ങൾ ദൈവമുണ്ടോ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാൻ സാധ്യമല്ല. കാരണം ഇതാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാൻ പാടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റ്, നമ്മുടെ അച്ഛനമ്മയും ദൈവമാണ്, നമ്മളെ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കുന്നവർ ദൈവങ്ങളാണ്, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ദൈവങ്ങളാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്ന വഴിയിൽ പോകും. ഞാൻ അങ്ങനെ പറയുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ദൈവം എവിടെ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇന്നത്തെ സയൻസിന്റെ കണ്ടെത്തലുകൾക്ക് മുമ്പിൽ നമുക്ക് ഇങ്ങനെ ഒരാളാണ് ദൈവം എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതൊരു പോരായ്മയായിട്ട് എടുക്കരുത്. നാളെ സയൻസിൽ ദൈവത്തെ പ്രൂവ് ചെയ്യില്ല എന്ന് പറയാനും കഴിയില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ സയൻസും അന്ധവിശ്വാസമായി മാറും. നാളെ കണ്ടെത്താത്ത ഒരു കാര്യത്തെ
ഇതേവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. എല്ലാതാണ് ഇപ്പം ആകാശത്തിലുള്ള ഗ്രഹങ്ങൾ ഭൂമിയിൽ ഓരോരുത്തരുടെ നേരിൽ ഇങ്ങനെ പറ്റുമോ അങ്ങനെ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇന്നത്തെ പഠനം വരെ അതിനെ സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നാളെ ഇത് പ്രൂവ് ചെയ്യത്തില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ പ്രൂവ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധവിശ്വാസിയായി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പല പരിഹാര പ്രക്രിയകളും അല്ലെ ക്രിയകൾ നടക്കുന്നുണ്ടല്ലോ. ഇന്ന രീതിയിൽ ഈ ഒരു പ്രശ്നം നിനക്കുണ്ടെങ്കിൽ, ജാതകവശാൽ നീ ഈ ഒരു ഗ്രഹത്തിന്റെ പ്രശ്നം അനുഭവിക്കുകയാണെങ്കിൽ നീ ഈ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവരെ ഏത് രീതിയിലാണ് നമ്മൾ ബോധ്യപ്പെടുത്തുക? അതായത് നമ്മൾ ഈ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ പരിഹാരത്തിന് പറഞ്ഞു. ഇപ്പം എനിക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് 7.5 ശനി എന്ന് പറയുന്ന ഒരു പീരീഡാണ് എൻ്റെ ജീവിതത്തിലെ വരുന്ന ഒരു 2.5 വർഷം എന്ന് പറയുന്നത്. എൻ്റെ ജാതകപ്രകാരം എനിക്ക് അത്യാവശ്യം ക്രിട്ടിക്കലായിട്ടുള്ളൊരു ടൈമാണ്. അപ്പം ഞാൻ ഓരോ ആളുകളും ഈ ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരവരുടെ ജാതകപ്രകാരമുണ്ട്. എൻ്റെ ജാതകപ്രകാരം ഞാൻ ഫിനാൻഷ്യൽ ഇടപാടുകൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട്ഷിപ്പ് അതിഭയങ്കരമായി ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് അടുത്തുകൂടി സൗഹൃദം സ്ഥാപിക്കാൻ എത്തുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോണം. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന എന്തെങ്കിലും കുഴപ്പങ്ങളുടെ പേരിൽ നമ്മൾ മറുപടി കൊടുക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. മറ്റൊന്ന്, അപവാദങ്ങൾ കേൾക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഗൃഹമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുക, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുക, കുടുംബജീവിതത്തിൽ കുറെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ ശ്രദ്ധിക്കണം. 1. 2, അയ്യപ്പ ക്ഷേത്രത്തിൽ പോകണം. അർച്ചനയോ നീരാജനോ അത് ഓരോ ആളുകൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യണം. ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തുന്നുണ്ട്. അത് മാത്രം ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരുന്നാൽ എനിക്കത് അപകടമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ വഴിപാടുകൾ നടത്തിയാൽ മാത്രം ഫലം കിട്ടുമെന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടില്ല. ഉത്സാഹിന പുരുഷ സിംഹം ഉഭയതി ലക്ഷ്മി, പ്രവർത്തിക്കുക കൂടി വേണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ വഴിപാട് നടത്തിയാൽ നിങ്ങളുടെ പ്രശ്നം എങ്ങനെ മാറും ചോദിച്ചാൽ അങ്ങനെ മാറില്ല. നിങ്ങളുടെ വർക്ക് അവിടെ പ്രധാനമാണ്. പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടി നിങ്ങൾ ഞാൻ അതൊരു ഉദാഹരണം, ഇപ്പൊ ഒരു കുട്ടിക്ക് പരീക്ഷയിൽ എഴുതാൻ പേടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പേന പൂജിച്ച് നൽകുന്നവരുണ്ട്, തകിടും കൂടും നൽകുന്നവരുണ്ട്. കുട്ടിക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. എന്ന് പറഞ്ഞത് പഠിക്കാതെ പോയിരുന്ന് എഴുതിയാൽ അതിനൊരിക്കലും പരീക്ഷയ്ക്ക് വിജയിക്കാൻ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ കുറവാണ്. ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്താൽ മതി. ഇപ്പൊ നിനക്ക് ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യണം, നീ അമ്പലത്തിൽ പോയി വെറുതെ പ്രാർത്ഥിച്ചാൽ മതി, വഴിപാട് നടത്തിയാന്ന് പറഞ്ഞാൽ അതിൽ ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അത് ചെയ്യുന്നതിനോടൊപ്പം ഇപ്പുറത്ത് അവന്റെ പ്രവൃത്തിയും കൂടെ വേണം. മറ്റത് അവന്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. മനസ്സിലായി? ഇപ്പൊ ഞാനിത് ചെയ്യുന്നതാണ്. ഞാൻ അയ്യപ്പ ടെമ്പിളിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം ഞാൻ എന്താണോ എൻ്റെ ഈ പീരീഡിൽ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മളതങ്ങ് ഭയങ്കരമായിട്ട് ഓവർകം ചെയ്യുന്നൊന്നും എനിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ ജീവിതത്തിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പൊ അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു ആസ്ട്രോളജർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ഹൊറോസ്കോപ്പ് പരിശോധിച്ചതിന് ശേഷം അയാൾക്ക് എന്താണോ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ അയാളുടെ ലൈഫിൽ അയാൾ ചെലുത്തേണ്ടുന്ന മാറ്റങ്ങൾ, അയാൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏതൊക്കെ രീതികളിൽ അയാളുടെ ജീവിത രീതികളിൽ മാറ്റം വരുത്തണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരു ആസ്ട്രോളജർക്ക് ജ്യോതിഷത്തിലൂടെ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ എന്താണോ വിശ്വാസം, നിങ്ങൾ ആ വിശ്വാസത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തണം. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനകൾക്കും അമ്പല വഴിപാടുകൾക്കും പകരം എന്നാൽ കുറച്ച് പൈസ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഞാനിതെല്ലാം ഹോമം ചെയ്ത് മാറ്റാം എന്ന് പറയുന്നതിന് അന്നും എതിർത്തിട്ടുണ്ട്, ഇന്നും എതിർക്കും, നാളെ എതിർക്കും. പക്ഷെ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറ് പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ നമ്മൾ വാരഫലം ആയിക്കോട്ടെ, വാർഷിക ഫലം ആയിക്കോട്ടെ, വിഷുഫലം, അങ്ങനെ ഓരോ ഫലങ്ങളുണ്ടല്ലേ. ഓരോ ആൾക്കാർ ഇങ്ങനെ കബഡി നിരത്തി അങ്ങനെ കണ്ടെത്തുന്ന പലതരം കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ ഓരോ രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ രാശിയിൽ ഉൾപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു രീതിയിൽ തന്നെയാണോ സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിലാണ് തെറ്റ്. ശ്രദ്ധിക്കണം. അത് നിങ്ങൾ വേണേ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സൗകര്യമുണ്ട് ശ്രദ്ധിച്ചാൽ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നു, ഇപ്പോ വാരഫലം ഞാൻ ഇന്ന മാസികയിൽ ഇങ്ങനെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന പത്രത്തിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു, അയ്യോ എനിക്ക് ഈ ഒരാഴ്ച ഈ ഒരു രീതിയിലൊക്കെ സംഭവിക്കുമോ? അങ്ങനെ ഒരു പേടി നമ്മുടെ ഉള്ളിൽ വന്നത് കൊണ്ട് ആ ഒരു കാര്യങ്ങൾ സംഭവിച്ചു. ജ്യോതിഷം ഒരു പേടിപ്പിക്കലല്ല, ഞാനത് പറഞ്ഞതിന്റെ കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പൊ അപവാദം കേൾക്കും, ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അയ്യോ അപവാദം കേൾക്കും ചിന്തിച്ചിരിക്കാതെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇപ്പൊ എനിക്ക് സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം. ജ്യോതിഷത്തിൽ ചില രാശികളിൽപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ സാമ്പത്തിക, ഉദാഹരണമായിട്ട് ഇടവരാശി, താങ്കളിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഇടവരാശി കൂറുകാർ, കാർത്തിക മുക്കാലും രോഹിണിയും മകേരം ആദ്യ പകുതിയും ചേരുന്ന ഇടവരാശി കൂറുകാർ,
അവർക്ക് ഈ സാമ്പത്തിക ഇടപാടുകൾ ഇപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാം, വേണ്ടെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കാം. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പിന്നെ നഷ്ടം വരുന്നത്? നിങ്ങളോട് ഞാൻ പൈസ ഇടപാടുകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിലെങ്ങനെ നിങ്ങൾക്ക് നഷ്ടം വരും? നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരെ. അതിപ്പോ സാമ്പത്തിക ഇടപാട് മാത്രം എടുത്ത് നമ്മൾ ഞാൻ പർട്ടിക്കുലർലി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് കൺവിൻസ് ആകുന്ന ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. സാമ്പത്തിക ഇടപാട്, ഇപ്പം ഇതിനെ കൂറുകാരെ സംബന്ധിച്ച് അവർ പൈസ ഇടപാട്, അത് മാത്രമല്ല അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യമില്ലാതുള്ള പൈസ ചെലവുകൾ നിയന്ത്രിക്കുക, ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണം ചെലവഴിക്കാതിരിക്കുക, പെട്ടെന്ന് ആവേശത്തിന് കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കുക, ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി മുന്നൊരുക്കങ്ങൾ നടത്തുക, പണമിടപാടുകളിൽ നിങ്ങൾ കഴിവതും ക്യാഷ്ലെസ് ഇടപാടുകൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ചെയ്യാതിരിക്കാൻ വിശ്വാസം ഇല്ലാത്തവർക്ക് അയാൾ പറയുന്ന ചോദ്യം കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അടിച്ചേൽപ്പിക്കലുകളില്ലല്ലോ. പക്ഷെ ഇപ്പോൾ ഒരാൾ ഇങ്ങനെ വഴിയെ പോകുന്നു, അപ്പൊ ഇങ്ങനെ പറയുന്നു, എടാ നീ അതിലൂടെ പോകുമ്പോൾ സൂക്ഷിച്ചു പോണേ, നിന്റെ സമയം ഇപ്പം അത്ര നല്ലതല്ല. അങ്ങനെ പറയുമ്പോൾ വളരെ നോർമലായിട്ട് നടന്നു പോകുന്ന ഒരാൾ, അയാളുടെ ഉള്ളിൽ എന്താ തോന്നുക? ശ്രദ്ധിക്കണം. ആ വഴി ശരിയല്ല എന്ന് വെറുതെ പറഞ്ഞു കൊടുക്കത്തില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്, ഇപ്പൊ മഴക്കാലം, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അമിത വേഗതയിൽ പോകാതെ കുറച്ച് ശ്രദ്ധിച്ചു പോകണം. എന്തിനാണ് ഈ റോഡിൽ പിന്നെ ബംപ് ഹെഡ് എന്ന് എഴുതി വെച്ചേക്കുന്നത്? എന്തിനാണ്? അല്ലെങ്കിൽ അപകടകരമായ വളവുകൾ എന്ന് എഴുതി വെച്ചേക്കുന്നത് അപ്പം ആ വളവിൽ പോയി നിങ്ങൾ മറിഞ്ഞു വീഴാനാണോ? അങ്ങനെയാണെങ്കിൽ താങ്കൾ അതിനെ എവിടെയെങ്കിലും പോകുമ്പം ഇവിടെ വളരെ വലിയ കേവ് ആണ്, അവിടെ നിന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞാൽ അതിനകത്തോടെ നേരെ ജമ്പ് ചെയ്യാൻ വേണ്ടിയാണോ പറയുന്നത്? അതോ ശ്രദ്ധിക്കാനാണോ പറയുന്നത്? എന്താ പറയുന്നത്? അല്ലെങ്കിൽ മനസ്സിലാവാൻ ചോദിച്ചാൽ ഒന്നും കട്ടയോ രസമല്ലേ? ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ലേ? പിന്നെന്താ ചിരി വന്നേ? അല്ലെങ്കിൽ സീരിയസ്ലി പറഞ്ഞൊരു കാര്യമല്ലേ? ഒരു വളവുണ്ട്, അപകടകരമായ ഒരു വളവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു. നല്ലതല്ലേ? പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ഒരു ഭയം ഇഞ്ചക്ട് ചെയ്യുന്നത്. ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകുന്നതിൽ തെറ്റെന്താണ്? ദൈവവിശ്വാസത്തിൽ ഒരു ഭയമുണ്ട്. തെറ്റ് ചെയ്താൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്നതാണ് സ്വർഗം, നരകം. ഒരുപാട് മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഇതിനെപ്പറ്റി മോശമായ രീതിയിൽ പറഞ്ഞ് അങ്ങനെ നീ എന്നാ പെട്ടെന്ന് അങ്ങ് മരിച്ചിട്ടോ, പെട്ടെന്ന് ആരെങ്കിലും കൊന്നിട്ടോ നീ ചെല്ലൂ, നിനക്ക് സ്വർഗം കിട്ടും, അല്ല കൊല്ലാതെ എന്നാ നരകം കിട്ടും എന്ന് പറയുന്നത് ഒഴിവാക്കിയാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ കോൺസെപ്റ്റ്. നീ ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ നല്ലതായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന, ഇവിടെ മര്യാദയ്ക്ക് ജീവിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞ പോലല്ലേ ഞാൻ ചോദിക്കുന്നത്. അതാ ഞാൻ അദീനയോട് ചോദിച്ച ഒരു ചോദ്യം. നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ചെല്ലുമ്പോൾ വലിയൊരു വളവുണ്ട് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, അത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതാണോ, നിങ്ങൾ കെയർഫുൾ ആകണം എന്നുള്ളതാണോ? കെയർഫുൾ ആവണം എന്നുള്ളതാണ്. അതല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ ഈ ഒരു ചോദ്യം വന്ന വഴി മറ്റൊന്നാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ 2 വ്യക്തികൾ പരസ്പരം സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു. ജാതകം ഒന്നും നോക്കുന്നില്ല. പ്രണയിക്കുന്ന സമയത്ത് അവർ പരസ്പരം ജാതകം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. സാർ തന്നെ പല ഇന്റർവ്യൂകളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ആ 2 വ്യക്തികൾ കുറെ വർഷം ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇതേപോലെ ജാതകം നോക്കുന്നു. അത് ചിലപ്പോൾ ബന്ധുക്കളുടെ നിർബന്ധപ്രകാരം എങ്ങനെയോ ആവാം. അങ്ങനെ ജാതകം നോക്കി ഇതേപോലെ ഒരു ജ്യോതിഷ പണ്ഡിതനെ കാണുകയും അവർ പറയാണ്, നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്, അപ്പോൾ ആ മൂത്ത കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ നിങ്ങൾ മരണപ്പെടും. ആ പറഞ്ഞത് പ്രകാരം 18 വയസ്സാകുമ്പോൾ അവർ മരണപ്പെടുന്നു. എന്താണ് പറയാനുള്ളത് ഇതിൽ? മരണപ്പെട്ടെങ്കിൽ ഞാൻ എന്ത് പറയാ? അതൊരു പേടി മനസ്സിൽ കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത്. മരണം എന്ന് പറയുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതെങ്ങനെ അവർ പറഞ്ഞത് കൃത്യമായി നടന്നു? ഞാൻ കൃത്യമായി നടന്നത് ചിലപ്പോ ആ സമയത്ത് മരിച്ചിട്ടുണ്ടാവാം, പറഞ്ഞ ആൾ വലിയ പണ്ഡിതനായിരിക്കാം, മരിച്ചോട്ടെ. പക്ഷെ ഞാൻ റിവേഴ്സ് ആണ്. പണ്ഡിതന്മാർക്ക് ഇങ്ങനെ പ്രവചിക്കാനുള്ള പറ്റില്ല. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ഇത് മരണം പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ജ്യോതിഷന്മാരൊന്നും വാഹനാപകടത്തിലൊന്നും മരണപ്പെടരുത്. ഒരാളോട് മരിക്കുമെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്പൊ ഞാൻ അദീനയോട് ഇത്ര വയസ്സ് മരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ സമയമാകുമ്പോൾ നിങ്ങൾ വല്ലാണ്ട് നിങ്ങൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാവും.
നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നമുക്കിപ്പം നമ്മൾ ജയിലിൽ പോവാന്ന് വിചാരിക്കേ, നമുക്ക് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ഗൾഫിൽ പോവാന്ന് വിചാരിക്കേ, തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. നമ്മൾ എവിടെ പോയാലും തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ മരണം എന്ന് പറയുന്നത് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു പോക്കാണ്. നമുക്ക് തൊട്ടടുത്ത നിമിഷം നമ്മുടെ ബന്ധുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ പ്രകൃതി നമുക്ക് കാണാൻ കഴിയില്ല, നമ്മുടെ വീടോ നമ്മുടെ വാഹനമോ, ഇപ്പം നിങ്ങൾ വരുന്ന ഈ ഓഫീസോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരു യാത്രയാണ് മരണം. എന്തിനാണ് അതേപറ്റി പറയുന്നത്? അതേപറ്റി എന്തിനാണ് ഒരാളോട് ചോദിക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമുണ്ട്. പറയരുത്, പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ. ചിലപ്പോൾ ഒരു ജ്യോത്സ്യൻ നിങ്ങൾ 55-ാമത്തെ വയസ്സ് മരിക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങളൊരു 30,000 രൂപ കൊണ്ടൊരു 50,000 രൂപ കൊണ്ടൊരു പരിഹാരം കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനെ കച്ചവടം ചെയ്യാം. പക്ഷെ അത് ജ്യോതിഷമല്ല. ജ്യോതിഷത്തിനെ മറപറ്റി അതിനെ ഒരു കബളിപ്പിക്കലിനുള്ള മാർഗമാക്കി മാറ്റി കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. പിന്നെ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒരാൾക്ക് പിന്നെ കല്യാണം കഴിച്ച് പിള്ളേരുമായി അവർക്ക് 18 വയസ്സായി പിന്നെ എന്തിനാണ് പൊരുത്തം നോക്കാൻ നടക്കുന്നത്? ഇതൊരു സംഭവം നടന്നിട്ടുള്ളത്. ഞാനിത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരാൾ കല്യാണം കഴിച്ചു, ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് നല്ലോണം ജീവിച്ചു. ഒരു 25-30 വർഷത്തിന് ശേഷം അവര് ഒരു ജോത്സ്യനടുത്ത് മറ്റൊരു ആവശ്യത്തിന് ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പൊരുത്തം കൊള്ളത്തില്ല. അന്നൊരു ഒരു പ്രശ്നമില്ല, പക്ഷെ പിറ്റേ ദിവസം അടിയോടെ അങ്ങനെ ഒരു സംഭവം. ഇത് താങ്കൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഞാനിത് പണ്ടെന്റെ TV-യിൽ എന്റെ ഷോയിൽ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ് ഇത്. അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ സംഭവിക്കുമ്പോൾ ഇതിനെ നമ്മൾ ജ്യോതിഷത്തിന്റെ തെറ്റായിട്ട് കാണാതെ ആ ജ്യോതിഷിയുടെ തെറ്റാണ്. നമുക്ക് എന്ത് പറയാം, എന്ത് പറഞ്ഞുകൂടാ എന്നുള്ളൊരു മിതത്വം നമ്മൾ പാലിക്കണം. ഏത് മേഖലയാണെങ്കിലും, ഞാൻ ജ്യോതിഷം എന്നല്ല, നമ്മൾ ഏത് മേഖലയാണോ പ്രതിനിധാനം ചെയ്യുന്നത്, എന്തൊക്കെ നമുക്കാകാം, എന്തൊക്കെ നമുക്ക് ആകില്ല എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. പറയാവുന്നതുകൊണ്ട് പറയാത്തതുകൊണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നവരുണ്ട്. അപ്പം അമ്മയച്ഛന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൺസേൺ എന്താ, അവരുടെ കുഞ്ഞാണ്. ചെയ്യുന്നവരുണ്ടാവാം. ഈ മരിച്ചുപോയി എന്നൊക്കെയുള്ള കാര്യത്തിൽ ഞാനിതൊക്കെ പണ്ട് എൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള മോളെ. 55-ാമത്തെ വയസ്സിൽ ഒരാൾ മരിച്ച കഥയും ടെൻഷൻ അടിച്ച് അയാൾ കള്ളുകൂടി തുടങ്ങിയെന്നും പിന്നീട് മരിച്ചു എന്നൊക്കെയുള്ളത് ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. എന്തിനാണ് ഇപ്പം നിങ്ങൾ എന്തിനാണ് പോയി ഒരാളോട് മരണം ചോദിക്കുന്നത്? നിങ്ങൾ ജീവിക്കുന്ന സമയത്തോളം മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, നമ്മുടെ ലൈഫിനെയും സമൂഹത്തെയും ഒക്കെ സ്നേഹിച്ച് അങ്ങോട്ട് ജീവിച്ചാൽ പോരെ. മരിക്കുമ്പോൾ മരിക്കട്ടെ. അതെ, എല്ലാ ആസ്ട്രോളജിസ്റ്റുമാരും ഇത് കേൾക്കട്ടെ, എല്ലാ ആസ്ട്രോളജറും കേട്ട് മനസ്സിലാക്കട്ടെ. കൂടുതൽ ആളുകൾ ഇങ്ങനെയാണ്, വളരെ ചുരുക്കം ആളുകൾ. അതായത് ജ്യോതിഷത്തെ കച്ചവട താല്പര്യത്തോടുകൂടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഗണക കണിയാർ സമുദായത്തിന്റെ ഒരു കുലത്തൊഴിലാണ്. എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പഠിക്കരുതെന്നോ മറ്റുള്ളവർ ചെയ്യരുതെന്നോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിലും പഠിക്കാം, ചെയ്യാം. പക്ഷെ നമ്മളൊരു കാര്യത്തെ എടുക്കുമ്പം അതിനെ നിങ്ങൾക്ക് ജീവിക്കണം, അതിന് വേണം വരുമാനം വേണം. പക്ഷെ ഇതിനൊരു കച്ചവടവൽക്കരിക്കരുത്. ഇതിൽ നിന്ന് പണം ഉണ്ടാക്കുക, ഒരാളെ ഭയപ്പെടുത്തി എന്ന നിലയിലേക്ക് ഇതിനെ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നത് തെറ്റാണ്. അതിനെ എതിർക്കുമ്പം ഒരുപാട് പേർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവാം. പക്ഷെ ആ ദേഷ്യമൊന്നും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എതിർക്കും. ഇതേപോലെ ഒരുപാട് AI ആപ്പുകളും ഇപ്പൊ സുലഭമാണല്ലോ അല്ലെ? നിങ്ങളുടെ ഭാവി അറിയണോ, അങ്ങനെ ആ ഒരു ടാഗ് ലൈനിൽ കുടുങ്ങിക്കൊണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ആപ്പിൽ അകപ്പെടുന്നവരുണ്ട് അല്ലെ? AI ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ? AI ആപ്പുകൾ. ഞാനത് കണ്ടിട്ടില്ല കേട്ടോ. അതായത് ChatGPT-യോടൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും നമ്മുടെ പേര്, നക്ഷത്രം, അങ്ങനെയൊക്കെ പറഞ്ഞു. ജ്യോതിഷികൾ അഡ്വാൻസ്ഡ് ആകത്തില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഈ ChatGPT-യോടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്യാവശ്യം അഡ്വാൻസ് ആകില്ലേ പറ്റൂ. കൈരേഖ പോലും ChatGPT നമ്മുടെ കൈയുടെ ഫോട്ടോ എടുത്ത് അത് അതിലേക്ക് അപ്ലോഡ് ചെയ്താൽ അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. അഡ്വാൻസ്ഡ് ആയി. ഇവര് കുറച്ച് അഡ്വാൻസ്ഡ് ആയില്ലെങ്കിൽ ഈ പിള്ളേരൊക്കെ അങ്ങോട്ട് പോകും. അല്ലെന്നായി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതറിയില്ലായിരുന്നു. ഞാൻ നോക്കിയിട്ട് എനിക്കറിയില്ല, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കയ്യിൽ ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയി. ഞാൻ പോയി നോക്കിയേക്കാം എന്റെ എന്താ പറയുന്നത് നോക്കണ്ട. അതെ, നോക്കാം. പിന്നെ അതേപോലെ ഈ ജ്യോതിഷത്തിലെ പുരാതന ഗ്രന്ഥങ്ങളൊക്കെ കാലാതീതമായി പ്രവർത്തിക്കപ്പെടും, അങ്ങനെ ഒരു ചിന്തയുണ്ടോ? അങ്ങനെയല്ല. നമുക്ക് ഇപ്പൊ ജ്യോതിഷം എന്ന് പറയുന്ന ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ഒരാളുടെ ജ്ഞാനദൃഷ്ടിയുടെ ഫലം കൊണ്ട് മാത്രമല്ല. അതിലൊരുപാട് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. ഒബ്സർവേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. കുറേ ആളുകളെ ഒബ്സർവ് ചെയ്തും കുറേ ഗ്രഹനിലകൾ പരിശോധിച്ചുമൊക്കെയാണ് അത്തരം ഗ്രന്ഥങ്ങളിൽ പലതും എഴുതപ്പെട്ടിട്ടുള്ളത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് പിന്നെ തുടർ പഠനങ്ങൾ വരുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. ഇപ്പൊ പഴയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പല കാര്യങ്ങളും ജ്യോതിഷത്തിലുണ്ട്, മനസ്സിലായി. അത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല.
അപ്പം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ സ്വഭാവ രീതികളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ കുട്ടികളുടെ ക്യാരക്ടറേ അല്ല ഇന്ന്. ഇപ്പൊ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ പോലും എനിക്ക് എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വികാരമുള്ള ഒരാളാണ്. അച്ഛനും ഞാനും കൂടെ ടൂർ പോവുക. ഇന്ന് എത്ര കുട്ടികൾക്ക് അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം അച്ഛനമ്മമാരോടുണ്ട് എന്നറിയില്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് വേണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാവും. പഠനത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലേ? പണ്ട് പഠിച്ചിരുന്ന കാര്യങ്ങളല്ലല്ലോ ഇന്ന്. എഡ്യൂക്കേഷൻ മെത്തേഡ് മാത്രമല്ല, ഞാൻ ഈ സബ്ജക്റ്റുകളുടെ കാര്യം കൂടെ പറയുന്നത്. അപ്പം ഇതെല്ലാം മാറണം. അപ്പം ട്രഡീഷണൽ ഗ്രന്ഥങ്ങളിലെ കണക്കുകളെ ബേസ് ചെയ്തുകൊണ്ട്, കണക്ക് കൂട്ടലുകളെ ബേസ് ചെയ്ത് നിന്നിട്ട് ബാക്കി ഫലങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തണം. മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷെ ഞാനിത് പരസ്യമായിട്ട് പറയുമ്പോൾ എന്നെ വിമർശിക്കുകയും, എന്താ തർക്കിക്കാൻ പോകുമ്പോൾ അവർ പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുള്ളത് എനിക്ക് പറയാനും കഴിയും. അതെ, ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ മറ്റൊരാളുടെ ഇമോഷൻ, ആ ഒരു ഇമോഷനെ മുൻനിർത്തിയാണല്ലോ ഈ കച്ചവടവൽക്കരിക്കുന്നത് തന്നെ. അതായത് ഒരു ജോത്സ്യന്റെ അടുത്ത് ഒരിക്കലും ശമ്പളം കൂടി കിട്ടി എന്ന് പറഞ്ഞ് നോക്കാൻ ആരും വരാറില്ല. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും വരാറില്ല. ഒരു ആസ്ട്രോളജറെ ഒരാൾ സമീപിക്കുന്നത് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ, അയാൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, മെന്റലി ഡൗൺ ആയിരിക്കുന്ന ഒരു ടൈമിലാണ് ഒരു ആസ്ട്രോളജറുടെ അടുത്ത് ഒരാൾ വരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ട കാര്യം അവർക്ക് ഹീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്, അവരെ സമാധാനപ്പെടുത്തുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജ്യോതിഷം എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായ കർത്തവ്യം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. സമാധാനം കൊടുക്കുക, ആവശ്യത്തിന് കൊടുത്തേക്കുക. കാരണം അവർ വരുന്നത് പ്രശ്നവുമായിട്ടാണ്, സമാധാനത്തിനാണ് വരുന്നത്. അവരിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ അങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് അതെടുത്തു വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാനിത് പറയുമ്പം അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒരു ദിവസം എത്രയോ ആളുകളുമായി സംസാരിക്കുന്ന ആളാണ്, എത്രയോ വർഷങ്ങളായി. ഞാനിപ്പോൾ നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയുന്നതിന് വിരുദ്ധമായി പേഴ്സണലി എൻ്റെ അടുത്ത് വരുന്ന ഒരാളോട് ഞാൻ അവരെ ഭയപ്പെടുത്തി പൈസ മേടിക്കുന്നുണ്ടെങ്കിൽ എന്നേ ഇത് പുറത്തു വന്നേനും. കാരണം ഞാൻ പറയുന്നത് എത്രയോ പേര് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ഇവിടെയല്ല, എൻ്റെ ഓഫീസിൽ വന്നിട്ട്. അപ്പം ഇത് നമ്മൾ പുറത്തെന്താണോ പറയുന്നത് അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും. എൻ്റെ അൾട്ടിമേറ്റായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ഒരു ആസ്ട്രോളജർ സമാധാനം നൽകുന്ന ആളായിരിക്കണം. അയാളുടെ ഓഫീസ് റൂമിനകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നെങ്കിൽ അയാൾ ചിരിച്ചുകൊണ്ട് ഇറങ്ങണം, പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ഇറങ്ങണം. അയാളുടെ മനസ്സിനെന്തും ഭയങ്കരമായിട്ട് ഹീലിംഗ് ആയിരിക്കണം. അയാളുടെ ടെൻഷൻസ് മാക്സിമം, ഇപ്പോൾ കംപ്ലീറ്റ് നമുക്ക് ഒരാളുടെ പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും അതിനാണിത്. അല്ലാതെ വരുന്ന ആളുടെ അടുത്ത് നിങ്ങളുടെ മോൻ മരിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് അത് ചെയ്യാൻ പോകുന്നു, കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വിടുന്നത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയല്ല ജ്യോതിഷം. അതെ, ഇപ്പോൾ ഒരാൾ വന്നു ഇതേപോലെ അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ സാറിന്റെ മുന്നിൽ പറയുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രശ്ന നിവാരണ മാർഗമാണ്? ഓക്കെ, അങ്ങനെയല്ല, പരമാവധി ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആസ്ട്രോളജിക്കൽ പ്രശ്നങ്ങളായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പം ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ചില രാശികളിൽ, ഇപ്പൊ ഒരു സിമ്പിൾ ഉദാഹരണം, ഒരാളോട് ഒരു ആസ്ട്രോളജർ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞ് പൂരാട നക്ഷത്രത്തിലാണ് ജനിച്ചത്, അതിന് കാൽദോഷമുണ്ട്, അമ്മയ്ക്ക് ദോഷമുണ്ട്, അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. മനസ്സിലായോ? പൊതുവെ പൂരാട നക്ഷത്രത്തിന് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പൂയത്തിനുമുണ്ട്, അത്തത്തിനുണ്ട്. അത് വെച്ചിട്ട് തന്നെ അല്ല, അത്തത്തിനും പൂയത്തിനും പൂരാടത്തിനും കാൽദോഷം എന്നൊരു കാര്യം ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന ഇതിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അമ്മയ്ക്ക് ദോഷമുണ്ടാകും, നിങ്ങൾ വലിയൊരു പൂജ ചെയ്യണം എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നവുമായിട്ടായിരിക്കും ഒരാൾ എന്നെ സമീപിക്കുന്നത്. അപ്പം ഞാൻ പറയും, ശരിയാണ്, അങ്ങനെ ഒരു പദ്യമുണ്ട്. അത്തേ പിതാ മാതുല തസ്യ മാത പൂരാട മാതാ പിതൃമാതുലന്താൻ പുഷ്യേ സ്വയം മാതൃപിതുച്ഛ മാതുലാൻ ഇത്യേവ ദോഷ ഭവന്തി എന്നൊരു പദ്യമുണ്ട്. അത്തത്തിന്റെ ആദ്യത്തെ 15 നാഴിക ജനിച്ചാൽ പൂരാടത്തിന്റെ മാതാവിന് ആദ്യത്തെ 15 നാഴികയിലാണെങ്കിൽ മാതാവിനൊന്നൊരു പ്രശ്നം ഉണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞൊരു പദ്യമുണ്ട്. അത്തവും കുജവാരഞ്ച സപ്തമേ വനിതാദിയും പൂരാടം മന്ദനും റിക്ത ചാപരാശികളും ക്രമാൽ പൂയവും ബുധവാരഞ്ച പ്രതിപദം കർക്കിരാശിയും ഇവ യോജിപ്പു കാൽദോഷം അല്ലായെങ്കിൽ പഴുതുപാദമാം. അത്ത നക്ഷത്രമായിരിക്കണം, ചൊവ്വാഴ്ച ദിവസമായിരിക്കണം, സപ്തമി തിഥി ആയിരിക്കണം, കന്നിരാശി ലഗ്നം കൂടെ വരണം. പൂരാട നക്ഷത്രമായിരിക്കണം, ശനിയാഴ്ച ദിവസമായിരിക്കണം, ചതുർത്ഥിയോ നവമിയോ ചതുർദശിയോ തിഥി ആയിരിക്കണം, ധനുരാശി ലഗ്നം പറഞ്ഞാൽ ഇത്രയും കൂടെ ചേർന്ന് വന്നെങ്കിലേ ദോഷമുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടാണ്. ഇതാണ് ഹീലിംഗ്. ഇത് ജ്യോതിഷ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നിടത്താണ് ഇതിന്റെ സൊല്യൂഷൻ. ക്ലിയറായോ? ക്ലിയറായി. അത് അടിപൊളിയായി. ഇത് മാത്രമേ അടിപൊളിയായുള്ളൂ. ഇത്ര നേരം പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരായാലും കൺവിൻസ്ഡ് ആവുമല്ലോ. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എല്ലാവരും ജ്യോതിഷത്തിന്റെ നെഗറ്റീവുകളെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള
പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള കേരളത്തിലെ അത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകാൻ കഴിയുന്നേ? പോസിറ്റീവ്, ഇതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ട്. നിങ്ങൾ പോസിറ്റീവ് പറയൂ. പോസിറ്റീവ് പറയണമെങ്കിൽ നിങ്ങൾ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം. ഇപ്പൊ ഉദാഹരണമായിട്ട് പല കാര്യങ്ങളാണ് ഈ പല പദ്യങ്ങളുണ്ട്. ഇപ്പൊ പദ്യങ്ങളെല്ലാം കൂടെ പറഞ്ഞാൽ പല കാര്യങ്ങളിൽ ഇത്തരത്തിൽ അതിന്റെ പദ്യങ്ങൾ വെച്ചിട്ട് തന്നെ അതില്ലാന്ന് സമർത്ഥിക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സത്യത്തിൽ എൻ്റെ അടുത്ത് വരുന്നത് ഒരു ക്ലൈമാക്സ് സ്റ്റേജിലായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാം മേടിച്ച ആളുകളൊക്കെ മേടിച്ചിട്ട് മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഒരു ഫൈനൽ ഡിസിഷനാണ് വരാനുള്ളത്. ആ വരുന്ന ഒരാളെ പോലും ഇന്നീ നിമിഷം വരെ എത്രയോ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ടാവും. ഒരാളെ പോലും എൻ്റെ റൂമിന് പുറത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോയിട്ടേയില്ല. ഒരാൾ പോലും. അതാണ് എനിക്ക് കൊടുക്കാനുള്ള കോൺഫിഡൻസ്. ഇത് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിലാണ്. എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളവരും കണ്ടിട്ടുണ്ടാവും. കരഞ്ഞുകൊണ്ട് ഒരാൾ പോലും എൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. ഇപ്പോൾ ഒരാൾ സാറിൻ്റെ മുന്നിലേക്ക് വരുന്നു, ഇങ്ങനെ ആ കൂടോത്രം ചെയ്തതിൻ്റെ ഫലമായി ജീവിതത്തിൽ പല ദുരിതങ്ങളും അനുഭവിക്കുന്നു എന്നതാണ് അയാളുടെ പ്രശ്നം. ഈ ഒരു പ്രശ്നം കൊണ്ട് മുന്നിൽ വന്ന ആളെ സാർ എങ്ങനെ ഹീൽ ചെയ്യും? കൂടോത്രം ഫലിക്കുമെങ്കിൽ, കൂടോത്രം കൊണ്ട് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന ഒരാൾ ഞാനായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? എൻ്റെ ശത്രുക്കളാരാ? ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളാണ്, അല്ലെ കൂടോത്രമുണ്ട് എന്ന് പറയുന്ന ആളുകളാണ് എൻ്റെ ശത്രുക്കൾ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ. മനസ്സിലായി? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട് അധീനെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇന്ന് എന്നെ കാണാൻ വന്നൊരു ഫാമിലി പ്രശ്നം എന്ന് വെച്ചാൽ അവർ ഒരു 50 വർഷമായിട്ട് അവരൊരു വീട്ടിൽ താമസിക്കുകയാണ്. 50 വർഷമായിട്ട് അവരൊരു വീട്ടിൽ താമസിക്കുന്നു. സാധാരണക്കാരാണ്. ഭർത്താവിന് മാത്രമാണ് ജോലിയുള്ളത്. 2 മക്കളുമുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. ഇവരുടെ വീടിൻ്റെ പുറവശത്തൊരു ശിവന്റെ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു കുടിമരമുണ്ട്. ഇവരൊരു വീട് വയ്ക്കാൻ പ്ലാൻ ഇടുന്നു. ഇവരുടെ വസ്തു കഴിഞ്ഞ് വേറൊരു വസ്തു കൂടെ കഴിഞ്ഞിട്ടാണ് അമ്പലം ഉള്ളത്. പക്ഷെ ആരും സമ്മതിക്കുന്നില്ല നിങ്ങളവിടെ വീട് വെക്കരുത്, കാരണം അത് കൊള്ളത്തില്ല, ശിവന്റെ ക്ഷേത്രത്തിനടുത്ത് വീട് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരെൻ്റെ അടുത്ത് വന്ന ഈ പ്രശ്നമായിട്ടാണ് അവർക്ക്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വിൽക്കാൻ പറ്റുന്നില്ല. 2, ഇവർക്ക് വേറൊരു വസ്തു മേടിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി അവർക്കില്ല. ആ വീട് വെക്കാൻ വേണേൽ പുള്ളി പറഞ്ഞു ഞാൻ ലോണൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ചെയ്യാം, പക്ഷെ ഒരു വസ്തു മേടിച്ച് വീട് വെക്കാനുള്ളൊരു സാഹചര്യം ഇപ്പം ഇത് വിൽക്കുകയാണെങ്കിൽ വെക്കാം. അപ്പം വീട്ടുകാർ അവിടെ വീട് വയ്ക്കാൻ സമ്മതിക്കത്തില്ല. സ്വാഭാവികമായി ഞാനൊരു ചോദ്യം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞു എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിൽ പട്ടിണി കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാവോ? അറിയാം. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ട്. നിങ്ങളോടൊപ്പം പഠിച്ച നിങ്ങളുടെ ഏജിലുള്ള എത്ര പേർക്ക് അച്ഛനും അമ്മയും ഉണ്ട്? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഒരുപാട് പേർക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങളുണ്ടോ? അവർ പറഞ്ഞു ഇല്ല, ഗുരുതര അസുഖങ്ങളൊന്നുമില്ല, ചെറിയ അങ്ങനെ പനി, കാലം, നമ്മുടെ നോർമൽ അസുഖങ്ങൾ. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ പ്രായമുള്ള എത്ര പേർക്ക് ഗുരുതരമായ അസുഖങ്ങളുണ്ട്? അവരാലോചിച്ചിട്ട് പറഞ്ഞു ശരിയാണ്, എൻ്റെ ഒരു കൂട്ടുകാരി പോലും അടുത്തൊരു അസുഖം ബാധിച്ച് മരിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ മരിച്ചിട്ടില്ല. നിങ്ങളുടെ കൂട്ടുകാരിൽ എത്ര പേർക്ക് ഭർത്താക്കന്മാരുണ്ട്? ഒരുപാട് പേർക്കില്ല, മരിച്ചു പോയിട്ടുണ്ട്. എത്ര പേരുടെ ഭർത്താക്കന്മാർ വീട്ടിൽ അന്വേഷിച്ചു കൊടുക്കുന്നുണ്ട്, വീട് നല്ലോണം നോക്കുന്നുണ്ട്, അവർ ജോലിയില്ലാതെ ജോലിക്ക് പോകാതെ നിൽക്കുന്നുണ്ട്? ശരിയാണ്, ഒത്തിരി പേര് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് അങ്ങനെയുണ്ടോ? അയ്യോ ഇല്ല, നല്ല മനുഷ്യനാണ്, ചിലവിന് തരും. കുഞ്ഞുങ്ങളില്ലാത്ത എത്ര പേരെ നിങ്ങൾക്കറിയാം? ഉണ്ട്, ആളുകളുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് പിള്ളേർ? നല്ല പിള്ളേരാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? പിന്നെ ആ ശിവന്റെ അമ്പലത്തിനടുത്ത് താമസിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം? അത് പൈസ. പൈസ നിങ്ങൾ ബാക്കി പറഞ്ഞതൊക്കെ ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ വന്നിട്ട് അതിനെ എന്താ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാത്തേ? പൈസ നിങ്ങൾ ഇവിടെ താമസിച്ചാലും അവിടെ താമസിച്ചാലും നിങ്ങൾ ജോലി ചെയ്താൽ പൈസ വരും. അദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ കോടീശ്വരനാകണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നിങ്ങൾ അപ്പുറത്തെ കോടീശ്വരനെ മാത്രം കാണുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. നിങ്ങൾ നിങ്ങളുടെ അപ്പുറത്തെ വേദനിക്കുന്ന ഒരുത്തനെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾ സേഫ് സോണിലാണ്. ഈ 50 വർഷമായിട്ട് താമസിക്കുന്നിടത്ത് ഇത്രയും സന്തോഷത്തോടെ, ഇത്രയും സംതൃപ്തിയോടെ, ഇത്രയും പ്രശ്നങ്ങളില്ലാതെ, ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ആ ജീവിതത്തെ എന്തുകൊണ്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല? അപ്പുറത്തെ ശിവന്റെ അമ്പലം അവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നതെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് ചോദിച്ചു. ഒരു ചോദ്യം കൂടെ ചോദിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫ്ലാറ്റുകൾ വിറ്റഴിയുന്നതിൽ ഒരെണ്ണം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് അല്ലാതെ ചില ആളുകൾ ഒരു ഭ്രമം കൊണ്ട് ഫ്ലാറ്റുകൾ മേടിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അറിയുമെന്ന് ചോദിച്ചു. അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ 100 കണക്കിന് ഫ്ലാറ്റുകൾ പാലുകാച്ചിന് മുഹൂർത്തം എടുത്തു കൊടുത്തിട്ടുള്ള അങ്ങനെ ഒരു സ്ഥലമുണ്ട്, എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അതെവിടെയെന്ന് അറിയൂ? ഗുരുവായൂർ അമ്പലത്തിനടുത്തില്ലേ? അവിടെ താമസിക്കണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്.
അതുപോലൊരു ശിവന്റെ അമ്പലം ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കും. അതിലെന്താ തെറ്റെന്താ? അവര് തിരിച്ച് ചിന്തിച്ചു, അവർ സന്തോഷത്തോടെ പോയി അവിടെ വീട് വെക്കാൻ തീരുമാനിച്ചു. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ഇപ്പൊ ചോദിച്ചില്ല എന്നോട് എങ്ങനെ കൂടുപാത്രത്തിന് ഇതേപോലെ ഒരാളുടെ ലൈഫ് ഈ കൂടുപാത്രം എങ്ങനെയാ വലിക്കുക? അദീനയ്ക്ക് കൂടുപാത്രം ചെയ്തു എന്ന് പറഞ്ഞു. നാളെ മുതൽ ഇപ്പൊ അദീന ഉച്ച മുതൽ എന്നെ വെയിറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇന്നലെ ആരെങ്കിലും കൂടുപാത്രം ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദീന പറഞ്ഞേനെ, കണ്ടാ ഞാൻ എൻ്റെ രാവിലെ മുതൽ ഇവിടെ പോസ്റ്റാണ്, കൂടുപാത്രത്തിന്റെ ബലമാണെന്ന് പറഞ്ഞതിന്. സത്യത്തിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. പ്രതികൂല കാലാവസ്ഥ, എനിക്കൊരു ഡബ്ബിങ്ങിന് പോകേണ്ടി വന്നു. പക്ഷെ ഇന്നലെ നിങ്ങൾ ആരെങ്കിലും കൂടുപാത്രം നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവുകളെല്ലാം നിങ്ങൾ കൂടുപാത്രമായിട്ട് ക്ലബ് ചെയ്യും. ക്ലിയറായോ? പക്ഷെ എനിക്ക് ഈ സംശയം ഉണ്ടാവാൻ കാരണം സാറിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിലെ കമൻറ്റ് സെക്ഷനിൽ വന്ന ഒരാളുടെ കമൻ്റാണ്. അതായത് ഒരാളല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാർ ഇങ്ങനെ കൂടോത്രം എന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട് സ്വന്തം ജീവിതത്തിൽ വന്നാൽ അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതായത് പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അതിങ്ങനെ വൊമിറ്റ് ചെയ്ത് കളിക്കാനോ അങ്ങനെ എന്തോ എനിക്കറിയില്ല. പിന്നെ ഒരാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ 3 പേർക്കാണ് ഇതുവഴി ഈ കൂടോത്രം വഴി ബാധിച്ചത് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയും മോനിപ്പോൾ ജയിലിലാണെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും മറ്റൊരാളെ കണ്ട് ഇതേപോലെ ഇത് വൊമിറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ അത് പോയി, പക്ഷെ മോൻ ജയിലിലാണ്. അത് നീക്കാൻ എന്താണ് വേണ്ടത്? എന്തിനാണ് മോൻ ജയിലിൽ പോയത്? അതറിയില്ല. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. പക്ഷെ ഈ വൊമിറ്റ് ചെയ്ത് അതിലേക്ക് വരാം, രണ്ടാമത് വരാം. അവൻ ജയിലിൽ പോയത് എന്തിനാണ്? കൂടുപാത്രമാണെന്ന് ഇവർ ചിന്തിക്കുന്നതാണ് പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉദാഹരണം പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ ജയിലിൽ പോയി, എന്തിനാണ് അവനെ കഞ്ചാവ് കേസിൽ പിടിച്ചതിന് ജയിലിൽ പോയി? എന്താണ് കാര്യം എന്ന് മനസ്സിലായോ? എൻ്റെ മോൻ ചെയ്ത തെറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല മനസ്സ്. അവൻ തെറ്റിയതെന്ന് അവനും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊരാൾ ചെയ്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയാം. എൻ്റെ ഒരു ബന്ധു ഒരാൾ മദ്യപിക്കും, നല്ലതുപോലെ മദ്യപിക്കും. അവൻ്റെ ഭാര്യ എടുത്ത് ആരോ പറഞ്ഞു കൊടുത്തു, പിന്നെ ചേട്ടൻ്റെ ഭാര്യ ചെയ്താണ്, അനിയൻ്റെ ഭാര്യ ചെയ്താണ്, അവർ ചെയ്താണ്, അമ്മായിയമ്മ ചെയ്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഏതാ കൂടുപാത്രം കൈവശം? അവരത് വിശ്വസിക്കാണ്. അവർ ചിന്തിക്കണ്ടേ ഇത് ഇവൻ്റെ തെറ്റാണ്, ഇവന് മദ്യപിക്കാതെ ജീവിക്കാം എന്നൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ ഇവൻ മദ്യപിക്കുന്നത് ഇവൻ്റെ അഹങ്കാരമാണെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാതെ? അത് കൈവശത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് ഈ ബന്ധുക്കൾ ചെയ്തതാണെന്നൊരു തോന്നൽ വരുന്നത്. അത് കൈവശം എന്ന് പറഞ്ഞ സാധനമാണിത്. ഇത് ആര് മരുന്ന് കുടിച്ചാലും ഛർദ്ദിക്കും, നിങ്ങൾ മരുന്ന് കുടിച്ചാലും ഛർദ്ദിക്കും. നിങ്ങൾ സയൻസിനെ പറ്റി ആദ്യം പറഞ്ഞല്ലോ. നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഒരു സാധനം എങ്ങനെയാണ് വയറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മുടെ കള്ളു കുടിക്കാൻ ടെൻഡൻസി ഉണ്ടാക്കുന്നത്, നമ്മൾ പൈസ കളയാൻ ടെൻഡൻസി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ പറ്റുമോ? ഇല്ല. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. കൂടുപാത്രം ഇന്ത്യയിൽ പോട്ടെ, കേരളത്തിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, നിരോധിച്ചിട്ടില്ല. കൂടുപാത്രം കേരളത്തിൽ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമല്ല ഇതുവരെ. എന്നാൽ എവിടെങ്കിലും ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ കൂടുപാത്രം ചെയ്ത് കൊടുക്കപ്പെടുന്നു, ഇവിടെ കൈവശം ഉണ്ടാക്കി കൊടുക്കപ്പെടുന്ന ഒരു ബോർഡ് കണ്ടിട്ടുണ്ടോ? എവിടെ? ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? ആരാണ് കൂടുപാത്രം ചെയ്യുന്നത്? പറ. ഒരാൾ കൂടുപാത്രം ചെയ്യുന്ന ഒരാളെ ധൈര്യപൂർവ്വം പറയട്ടെ, ഞാൻ കൂടുപാത്രം ചെയ്ത് കൊടുത്തിരിക്കും. 1 മാസത്തിനുള്ളിൽ ആ കൂടുപാത്രം ചെയ്യുന്ന ആൾ ആരാണോ അയാൾ നശിച്ചിരിക്കും, അയാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കും എന്ന് ധൈര്യസമേതം പറയാൻ ഒരാൾ തയ്യാറായിട്ട് വരട്ടെ. ഇത് ഹൈന്ദവ സമൂഹത്തെ, ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ആളുകളെ, അവരുടെ കുടുംബങ്ങളെ ഛിദ്രമാക്കാൻ, അവരെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ആളുകൾ പടച്ചുവിടുന്ന ഒരു കാര്യമാണ്. ചേട്ടന്റെ ഭാര്യ കൂടുപാത്രം ചെയ്യുന്ന അനിയന്റെ ഭാര്യയോട് പറയുക, അമ്മായിയമ്മ കൂടുപാത്രം ചെയ്തു കൈവശം കൊടുത്തു എന്ന് മരുമകളോട് പറയുക, മരുമകൾ കൈവശം കൊടുത്തു എന്ന് അമ്മായിയമ്മയോട് പറയുക. ഈ ശരിക്കും നിങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറയാൻ കാണുക. എൻ്റെ മോൻ ജയിലിൽ പോയത് കൂടുപാത്രം കൊണ്ടാ. എടാ, നിന്റെ മോൻ ജയിലിൽ പോയത് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് എന്താ ചിന്തിക്കാതെ? അങ്ങനെ എന്താ ചിന്തിക്കാതെ? അവൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പ്രവർത്തിച്ചിട്ടാണോ അവൻ ജയിലിൽ പോയത്? അതെന്തിനാണ് മറ്റൊരാളുടെ മുമ്പിൽ ചാരുന്നത്? അല്ലെങ്കിൽ ഇത് എവിടാണ് ഇവർ ഈ കൂടുപാത്രം? ഒരാളെ ജയിലിൽ വിടാൻ കൂടുപാത്രം ചെയ്യാമെങ്കിൽ ഈ ജോർജിമാർക്ക് എന്നെ ഞാൻ കൂടുപാത്രം ചെയ്ത് ജയിലിൽ വിട്ടാൽ പോരെ? ശല്യമില്ലല്ലോ. നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാൻ ഞാൻ റെഡിയാവൂ? ഉദാഹരണങ്ങൾ പറയാൻ കാണും. ഇതില്ലാത്ത ഉദാഹരണങ്ങൾ എത്ര പറയാൻ കാണും? ഞാനൊരു ഉദാഹരണമല്ലേ? കൂടോത്രം അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ കൊല്ലത്തില്ലേ? അതെ, ഏൽക്കുന്നില്ലല്ലോ. ഇവർക്ക് വേറെ ചെലവില്ലല്ലോ ചെയ്യുന്നവർക്ക്. എനിക്കാവുമ്പോൾ പ്രത്യേകിച്ച് പൈസ ചെലവില്ല, കാരണം അവർ തന്നെ ചെയ്യുന്ന കാര്യമല്ലേ. എന്ത് ചെയ്യാതെ? കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ 2 ജ്യോത്സ്യന്മാർ കിടന്ന് ഭയങ്കര തെറിവിളി അങ്ങോട്ടും ഇങ്ങോട്ടും. രണ്ടുപേരും കൂടുപാത്രം പറയുന്നവരെ. പിന്നെ ഇവർക്ക് കൂടുപാത്രം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നശിപ്പിച്ചാൽ പോരെ. ഈ വിശ്വാസികൾ എന്തൊരു മണ്ടന്മാരാണ് ഞാൻ ആലോചിക്കുക. അവർ ചിന്തിക്കട്ടെ, എടാ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്, എന്നാൽ നിങ്ങൾക്ക് കൂടുപാത്രം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നശിപ്പിച്ചാൽ പോരെ എന്ന് ഒരു വിശ്വാസി ചോദിക്കും ഞാൻ വിചാരിച്ചു. ചോദിച്ചില്ലല്ലോ.
അവരെ മാത്രമേ പറ്റിക്കാൻ പറ്റൂ. ഹൈന്ദവ കുടുംബങ്ങളെ ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അന്ന് മുതൽ പറയുന്നു, ഇപ്പോഴും പറയുന്നു, നാളെ പറയും, ഹൈന്ദവ കുടുംബങ്ങളെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഒരു ചെറിയ ശതമാനം ആസ്ട്രോളജേഴ്സും ദുർമന്ത്രവാദികളും ചേർന്ന് പടച്ചു വിടുന്നതാണ് ഈ കൂടോത്രം. ഇത് ഒരാളെ ബാധിക്കുക, ഒരു കുടുംബജീവിതമാണ് തകരുന്നത്. ഒന്നിച്ചു പോകേണ്ട, കെട്ടുറപ്പോടുകൂടി പോകേണ്ടുന്ന ഒരു കുടുംബജീവിതമാണ് തകരുന്നത്. മനസ്സിലായോ? എത്ര സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോഴും മിണ്ടുന്നില്ലെന്നറിയോ പല സ്ഥലങ്ങളിലും, പ്രായമുള്ളവരൊക്കെ തമ്മിൽ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്രിസ്തുമത വിശ്വാസിയായിട്ടൊരു സുഹൃത്തിൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് പോയി. അമ്മയ്ക്ക് 70 വയസ്സാണ്. അവരുടെ 80 വയസ്സുള്ള ഒരു സഹോദരൻ വന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ അമ്മ കേക്ക് കെട്ടിയതിന് ആദ്യം കൊടുക്കുന്ന സഹോദരനാണ്. എത്ര ഹൈന്ദവ ഭവനങ്ങളിൽ അങ്ങനെ പറയാൻ കഴിയും? ഇവിടെ എല്ലാം പോയിട്ട് കൂടുപാത്രം പറഞ്ഞിട്ട് ഇവരെ തെറ്റിക്കുകയാണ്. ശരിയാണോ അത്? അതിനെ എതിർക്കണ്ടേ? വേണം. എന്നാ പിന്നെ പിന്തുണച്ചൂടെ? പിന്തുണക്കാം. നല്ലത് ചെയ്യുന്നവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും. ശരി, ഓക്കെ. ജാതക പ്രകാരം ഒരാളുടെ ഭാവി നിർണ്ണയിക്കാൻ പറ്റുമോ? ഭാവിയിലേക്ക് വേണ്ടുന്ന സൂചനകൾ നൽകാം. ഭാവി ഇന്നതാണ് എന്ന് പ്രവചിക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ ജ്യോതിഷം ഒരു പ്രവചനമല്ല, അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സൂചനകൾ നൽകാൻ കഴിയുന്ന ഒരു സാധനമാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജാതകപ്രകാരം നിങ്ങളോട് പറഞ്ഞുതരാം. പക്ഷേ ഇന്നത് സംഭവിക്കും എന്നല്ല, സാധ്യതകളുണ്ട്, ശ്രദ്ധിച്ചോണം എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ മുഖം നോക്കി ലക്ഷണം പറയാൻ പറ്റുമോ സാറിന്? പറ്റോ ഇല്ല? പറ്റിയാൽ എൻ്റെ മുഖം നോക്കി പറയോ? പിന്നെന്താ, അത് വളരെ വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. മോളുടെ കണ്ണിലേക്ക് തന്നെ നോക്കും. പുരികം എഴുതിയിട്ടുണ്ടല്ലേ, മൂക്കിൽ 2 മൂക്കുത്തി ഉണ്ടല്ലേ, കാതിൽ 2 ജിമിക്ക് വലിയ കമ്മലിട്ടിട്ടുണ്ടല്ലേ. ഇത് വലിയ മുഖലക്ഷണം എന്താണ് പറയാനുള്ളത്? ഈ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ മുഖലക്ഷണം പറയുന്നതാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? വളരെ നന്ദി. എന്ത് ആണെന്ന് വിചാരിച്ചത് പറഞ്ഞത്? ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല. ഈ പ്രവചനം ആണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് അതിൽ. എന്താ പ്രശ്നം എന്നറിയോ? പ്രവചനങ്ങൾക്ക് പരിഹാരമുണ്ടോ? ആലോചിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ദിവസം ഇത് സംഭവിച്ചിരിക്കും എന്നുള്ളതാണ് പ്രവചനം. അതല്ലേ പ്രവചനം? അതെ. ആ പ്രവചനം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രവാദികൾ കൊണ്ട് ഹോമവും പൂജയും നടത്തുന്നത്? പരിഹാരത്തിനല്ലേ. ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാടുകൾ നടത്തുന്നത് കണ്ണിൽ കൊള്ളാനുള്ളത് പുരിയത്തി കൊണ്ടുപോകുന്നു എന്ന് നാട്ടുഭാഷയിൽ പറയുന്ന ഒരർത്ഥത്തിലാണ്. അത് ജ്യോതിഷ പ്രവചനമാണെന്ന് പറഞ്ഞാൽ പിന്നെ പ്രവചനങ്ങൾക്ക് പരിഹാരമില്ല. അപ്പൊ ഈ പ്രവചനമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പരിഹാരവും കൂടെ പറയുന്ന ആളുകൾ കള്ളന്മാരാണ്. ഇത് പ്രവചനമാണെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കണം. പ്രവചനം എന്താണ്? സംഭവിക്കുന്നതാണ്. അപ്പൊ ഞാൻ അദീനയോട് പറയുകയാണ്, അടുത്ത മാസം ഇത്രാം തീയതി അദീനയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനമാണ്. അപ്പൊ അദീനയോട് അത് പ്രവചനമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതിന് പരിഹാരമില്ല. ജ്യോതിഷത്തിൽ അടുത്ത മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, അതിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. അതോടൊപ്പം നിങ്ങൾ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തണം എന്ന് പറയുന്നത് പ്രവചനമല്ല, നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണ്. അതാണ് ജ്യോതിഷം. പ്രവചനമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് പിന്നെയും വരുന്നു, അതിന് പരിഹാരമില്ല. ഓക്കെ. അപ്പൊ പ്രവചനമാണെന്ന് പറയുന്നത് തെറ്റാണ്. പ്രവചനമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പരിഹാരം പറഞ്ഞു കൊടുക്കും? പ്രവചനങ്ങൾ സംഭവിക്കണ്ടേ? പരിഹാരം ഇല്ലല്ലോ. അപ്പൊ ഈ പ്രവചനങ്ങൾ വിശ്വാസമുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞത്, പ്രവചനം അല്ല. ഇപ്പൊ നമ്മുടെ ബാബ വാങ്കെ, പിന്നെ നോസ്ട്രഡമസ്, ഇവരൊക്കെ പ്രവചിച്ചിട്ടുണ്ടല്ലോ. അവർ സൂചനകളല്ലേ പറഞ്ഞിട്ടുള്ളത്? പ്രവചിച്ചു അതേപോലെ അങ്ങനെ അങ്ങ് നടന്നല്ലോ. ഇപ്പൊ ഇന്ത്യ പാക് യുദ്ധം ആയിക്കോട്ടെ, ഇന്ത്യ പാക് യുദ്ധം പ്രവചിക്കേണ്ടുന്ന ഒരു ജ്യോതിഷന് പ്രവചിക്കേണ്ട കാര്യമുണ്ടോ? 2 അയൽ രാജ്യങ്ങളാണ്, 2 ശത്രു രാജ്യങ്ങളാണ്. ഏതൊരു സമയത്തും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടിക്ക് പോലും അറിയില്ലേ? ഇപ്പൊ നാളെ ഇത് ഉണ്ടാകത്തില്ലെന്നാണോ വിചാരിച്ചേക്കുന്നത്? COVID-19 വന്നത്, ആര് കറക്റ്റായിട്ട് കോവിഡ് പ്രവചിച്ചോ? വൈറസ് വരും എന്നല്ലേ പറഞ്ഞുള്ളൂ. വൈറസ് വരും. കുഞ്ഞെ, നിങ്ങൾക്ക് നാളെ ഇരുന്നുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധനം പറയാം. വലിയൊരു പകർച്ചവ്യാധി പിടിപെടാൻ സാധ്യതയുണ്ട് അടുത്ത വർഷം 2026 പിടിപെട്ടിരിക്കും. ഒരു പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എവിടെങ്കിലും ഉണ്ടായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലോ ഇന്ത്യ ഒരു അയൽ രാജ്യവുമായോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടായിരിക്കും. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ധൈര്യമായിട്ട് പ്രവചിക്കുന്നത് ഉണ്ടാകും. ഭൂമി കുലുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടായിരിക്കും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടായിരിക്കും. വലിയ വിമാന ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം പ്രവചനം എങ്ങനെ ആയിരിക്കണം എന്നറിയാവോ? ഇന്ന ദിവസം, ഇന്ന സമയം, ഇന്ന വിമാനം ഇന്നിടത്ത് വെച്ച് അപകടത്തിൽപ്പെടും. അതാണ് പ്രവചനം. അതാർക്കും പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മറ്റത് നിങ്ങൾക്ക് പറ്റും.
പറ്റില്ലേ? ചുമ്മാ അടുത്ത വർഷം ഒന്ന് പറഞ്ഞു കൊടുത്തു, ഉറപ്പായിട്ട് നടന്നിരിക്കും. അഥവാ നടന്നാലോ? അത് ചിലപ്പോൾ നിങ്ങൾ വലിയ ആളായി മാറേണ്ടത്. എൻ്റെ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. അതായത് എനിക്ക് എൻ്റെ കുഞ്ഞിലെ എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു പോയതാ. അപ്പോൾ ആ ഒരു അച്ഛൻ ഇല്ലാതായ ആ ഒരു സമയം വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ അച്ഛനെ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ എനിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ അമ്മൂമ്മ ഇതേപോലെ ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയി ഇങ്ങനെ അറിഞ്ഞു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഇപ്പോഴും മോളെ വിട്ടു പോയിട്ടില്ല എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിന് പരിഹാരമായിട്ട് പറഞ്ഞു അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി ബലിയിടണം എന്നാ പറഞ്ഞിട്ടുണ്ടായത്. ഇത് കേൾക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഞാൻ ഇത് വന്ന് എൻ്റെ അമ്മൂമ്മ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ പരിഹാരം ചെയ്ത് കൂടെ കളയണോ? നിങ്ങൾക്ക് വളരെ ചെറുതിലേ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ അച്ഛൻ എത്ര വയസ്സിലാ? എനിക്ക് 5 വയസ്സുള്ളപ്പോൾ. 5 വയസ്സുള്ളപ്പോൾ പോയ അച്ഛൻ നിങ്ങളുടെ കൂടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു അഭിമാനം. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാനുള്ളത്? ആ അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്? ആ അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതല്ലേ നല്ലത്? നിങ്ങളുടെ സന്തോഷങ്ങൾ ആ അച്ഛൻ കാണുന്നെങ്കിൽ, ആ അച്ഛൻ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നെങ്കിൽ, ആ അച്ഛൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ ആ തലയിലൊന്ന് തലോടിക്കൊണ്ട് ഒന്നിരിക്കുന്നെങ്കിൽ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ അവിടെ വന്നിരുന്ന് എൻ്റെ മോൾ ആഹാരം കഴിക്കുന്നത് കാണുന്നെങ്കിൽ, എൻ്റെ മോളുടെ ഭാവിയെപ്പറ്റി ആ അച്ഛൻ ഇങ്ങനെ അടുത്തിരുന്ന് അറിയുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ആസ്വദിച്ചൂടെ കുഞ്ഞെ? എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് അതിനെന്താ പരിഹാരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ അച്ഛനെ എന്തിനാണ് ഒഴിച്ചു വിടുന്നത്? എന്തിനാ? അത് ആരെ പറഞ്ഞവനെ പോയി നിങ്ങൾ 2 വർത്താനം പറയണ്ടേ? ആ അച്ഛൻ കൂടെ ഉണ്ടെന്ന് ചിന്തിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്, അല്ലേ? എനിക്ക് 2-3 വർഷമായിട്ട് മരിച്ചുപോയ അച്ഛൻ പ്രശ്നമാണ്. അപ്പം നിങ്ങളെ ഒരു വല്ലാത്ത 5 വയസ്സിലൊരു അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടി, അതിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ അഭിമാനിക്കുന്നേ. നിങ്ങൾ ആ ജോത്സ്യൻ്റെ അടുത്ത് എന്നിട്ട് പറയണം വളരെ സന്തോഷം. എന്തെന്നറിയോ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതിന് വേണം ഞാൻ പൈസ തരാം. പക്ഷെ എൻ്റെ അച്ഛനെ ഒഴിപ്പിച്ചു വിടാനൊന്നും ഞാൻ പൈസ തരത്തില്ലെന്ന് പറയണ്ടേ? ഈ യുവതലമുറ അങ്ങനെ പറയണ്ടേ? ഹൈന്ദവ വിശ്വാസികൾ അങ്ങനെ പറയണ്ടേ? നല്ലതല്ലേ ഇത്? അതിനെതിരെ മോശമായിട്ട് എടുക്കുന്നേ? അമ്മൂമ്മ മോശമായിട്ട് എടുത്തോ? ഇല്ല, അമ്മൂമ്മക്ക് പേടിയായി. എന്തിനു പേടിക്കുന്നേ? അച്ഛൻ എന്തിനാ പേടിക്കുന്നേ? അച്ഛൻ നിങ്ങൾക്ക് ദോഷം ചെയ്യോ? നിങ്ങളുടെ ജീവിതം നശിച്ചു കാണാൻ നിങ്ങളുടെ അച്ഛൻ ആഗ്രഹിക്കുമോ? ഇല്ല. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ നിങ്ങളുടെ അച്ഛൻ ആഗ്രഹിക്കുമോ? നിങ്ങളുടെ വിവാഹം നല്ലത് വരുന്നെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങളുടെ അച്ഛൻ ചിന്തിക്കുമോ? നിങ്ങളൊരു വീട് വെക്കുന്നെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താൻ നിങ്ങളുടെ അച്ഛൻ ചിന്തിക്കുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ നേരായ മാർഗത്തിൽ കൂടെയുള്ള വഴികളിൽ അച്ഛൻ തടസ്സം നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അച്ഛൻ കൂടെ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ മുതിർന്ന ആൾക്കാരല്ലേ പറയുന്നത്, നമ്മൾ അനുസരിക്കണമല്ലോ. ആദ്യമൊക്കെ ഞാൻ എതിർത്തു. പക്ഷെ ഇങ്ങനെ പറഞ്ഞത് പ്രകാരം ഞാൻ ഇന്ന് ഒരു ക്ഷേത്രത്തിൽ പോയി ബലിയിട്ടു. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഇവരൊക്കെ പറഞ്ഞത് വെച്ച് ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവില്ല. ആ ബലിയിടുമ്പോൾ പോലും ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇട്ടിട്ടുണ്ടായത്. എന്തിന്? ഇങ്ങനെയാണല്ലോ പരിഹാരം എന്നുള്ള രീതിയിലാണല്ലോ അത് നിർദ്ദേശിച്ചത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പോഴും കൂടെയുണ്ട്. ഇപ്പൊ കൂടെ ആര് പറഞ്ഞു? ഓർമ്മയുണ്ടല്ലോ നമുക്ക് കൃത്യമായിട്ട്. നിങ്ങൾ പോയി ആ ജോലിസിനെ തന്നെ നിങ്ങളാന്ന് പറയാതെ പറഞ്ഞാലും പറയും കൂടെ ഉണ്ടെന്ന് പറയും. മനസ്സിലായി? അത് നല്ലതല്ലെന്ന്. അതെ. ചിലർ പറയും എന്റെ മരിച്ചുപോയ അച്ഛനെ സ്വപ്നം കണ്ടു, ദോഷമാണ്. എടാ, മരിച്ചുപോയ അച്ഛനെ സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റുന്ന എത്രയോ ഭാഗ്യം ചെയ്ത ജന്മമുള്ള ആളാണ്. അങ്ങനെയല്ലേ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. മനസ്സിലായി? കുറച്ച് ഇമോഷണലായില്ലേ ഞാനും? കാരണം എനിക്ക് അച്ഛനോട് ഭയങ്കര വൈകാരിക അടുപ്പമുള്ള ഒരാളാണ്. ഞാനും ഒരു അച്ഛൻ മോള. പക്ഷെ മോള് 5 വയസ്സിൽ ഭയങ്കരമാണ് കേട്ടോ. എനിക്കത് ഒരു ഭയങ്കര വിഷമകരമായ അല്ലേ? എപ്പോഴും മറ്റുള്ളവരിങ്ങനെ അച്ഛനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലേ ഫീലിങ്സ് ഉണ്ടാവും അല്ലേ? ഭയങ്കരമായിട്ടുണ്ടാവും. സാരല്ല, അച്ഛനുണ്ട് കൂടെ. അങ്ങനെ ചിന്തിച്ചു. അതുണ്ട്. 11:11 മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടില്ല? അയ്യോ, ഇല്ലാത്ത കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യോ പ്ലീസ്? ഒന്ന് കട്ട് ചെയ്യോ പ്ലീസ് പ്ലീസ്. 11:11 മാനിഫെസ്റ്റേഷനെ പറ്റി സാർ കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. അതായത് ആഗ്രഹ സാഫല്യത്തിനുള്ള ഒരു സമയമായിട്ടാണ് ഈ 11:11 എന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ ഇപ്പോൾ വരുന്ന പല ഇൻസ്റ്റഗ്രാം റീൽസും അതായത് 11:11
ഒരു ദിവസത്തെ 11 മണി ആ ഒരു സമയമാകുമ്പോൾ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 11 എന്ന് പറയുന്ന നമ്പറിനെ ഒരു മാസ്റ്റർ നമ്പർ എന്നാണ് കണക്കാക്കുന്നത്. സോ ആ ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ 3 പ്രാവശ്യം അത് പറയണം. അപ്പൊ അത് നടക്കും. അങ്ങനെയാണ് ചില കാര്യങ്ങളല്ലേ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ രാവിലെ എഴുതുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുക, ഉച്ചക്ക് റിപ്പീറ്റ് ചെയ്യുക, വൈകുന്നേരം റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ആഗ്രഹത്തെ സംഭവ്യമാക്കുക. അതുകൊണ്ട് നല്ലല്ലേ? എന്ത് വേണം? ഇങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ചോദ്യമാ. ശരി, 11:11. ഇനി എന്താണ് അത് എന്നോട് ചോദ്യം പറ. ഒന്ന് ഞാനത് കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മോള് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇതിന് കട്ട് ചെയ്ത് എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ഓക്കെ, 11 മണി 11 മിനിറ്റ് എന്ന് പറയുന്നത് ആഗ്രഹ സബലീകരണത്തിലുള്ള ടൈമാണ്. സോ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ല, അങ്ങനെ നല്ല സംഭവങ്ങൾ നടക്കുന്നെങ്കിൽ നല്ലതല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഈ അക്കങ്ങൾ ഏകീകരിച്ച് വരുന്ന മറ്റൊരു ടൈം ഇല്ലല്ലോ. 11:11 പോലെ 22:22 ഇല്ലല്ലോ സമയം. പിന്നെ 12 വരുമായിരിക്കും, പക്ഷെ അതിൽ 1ഉം 2ഉം അല്ലേ വരുന്നത്. സെയിം നമ്പേഴ്സ് വരുന്ന വേറെ ടൈം ഇല്ലല്ലോ. അത് മാത്രമല്ല 11 എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ നമ്പർ, ഒരു ഭാഗ്യസംഖ്യ എന്നുള്ള രീതി. അല്ല, ഭാഗ്യസംഖ്യ എന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും അത് ഡിപ്പെൻസ് ഓൺ. അപ്പം ചിലപ്പം ജ്യോത്സ്യന്മാർ നോക്കിയിട്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ അതല്ലെന്ന് പറഞ്ഞാൽ അത് വേറെ സംഖ്യയാവും. എന്തുകൊണ്ട് ഞാനിപ്പം കേട്ട വഴി എനിക്കറിയില്ല. ഞാൻ ആദ്യ ടൈമാണ് ഇത് കേൾക്കുന്നത്. 11 എന്ന് പറയുന്ന സംഖ്യ 11:11 എന്ന് പറയുന്നത് പോലെ 22:22 നമുക്ക് ടൈമിലില്ല. അതായത് നോർമൽ ടൈമിൽ 24 hours ടൈമിൽ വേണേൽ എടുക്കാം. പക്ഷെ നോർമൽ ടൈമിൽ നമ്മൾ ക്ലോക്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. 22:22 പറ്റത്തില്ല, 32:32 പറ്റത്തില്ല. അപ്പം അതിൽ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് ടൈമുമായി ബന്ധപ്പെടുത്തി 11:11 ആണ്. പിന്നെ എനിക്കതിൽ നിങ്ങൾ പറയുമ്പോൾ കേട്ടതിൽ അതിനകത്തൊരു പ്ലാനിങ് ഉണ്ട്. അത് നല്ലതാണ് പ്ലാനിങ്. എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഈ ഷർട്ടുകളെല്ലാം തരുന്ന ഒരു കമ്പനിയുണ്ട്. ഈ ഷർട്ട് അവരുടെ അല്ല, പക്ഷെ എൻ്റെ പൊതുവെ ഷർട്ടുകൾ മുഴുവൻ തരുന്ന ഒരു കമ്പനിയുണ്ട്, സിഗ്നൽസ്. ആള് ഒരു സെയിൽസ്മാൻ ആയിരുന്ന ആളാണ് ഒരു ഷോപ്പിൽ. അപ്പോൾ അന്ന് എന്നെ വിളിക്കുമായിരുന്നു സൂര്യ ടി വിയിൽ എൻ്റെ പ്രോഗ്രാമിൽ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിൻ്റെ ഒരു മനോഹാരിത കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ ഭയങ്കര ഇങ്ങനെ സെയിൽസ്മാൻ എന്നുള്ള ലെവലിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി ഉയർന്നു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ഞാൻ കൊടുത്ത ഒരു മോട്ടിവേഷൻ, ഒരു ആസ്ട്രോളജിക്കലായിട്ട് പുള്ളിയെ നോക്കി പറഞ്ഞ കാര്യം വെച്ചിട്ട് പുള്ളി പിന്നീട് ഒരു ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അവിടുന്ന് പുള്ളി പതിയെ ഡ്രസ്സ് എടുത്ത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ പുള്ളി സിഗ്നൽസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ്. സന്തോഷ് എന്നാണ് പുള്ളിയുടെ പേര്. അദ്ദേഹമാണ് എനിക്ക് എൻ്റെ ഷർട്ടുകൾ മുഴുവൻ അദ്ദേഹം തരുന്നതാണ്. എന്നെ കൊണ്ട് ഒരു ഷർട്ട് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതാരോ എനിക്കിപ്പോൾ മേടിച്ചു തന്ന ഷർട്ട്, അതുകൊണ്ട് ഇട്ടാ, ഇല്ലെങ്കിൽ അതറിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാണ് കേട്ടോ. പുള്ളിയുടെ അല്ലാതെ ഒരു ഷർട്ട് ഇടാൻ എന്നെ പുള്ളി സമ്മതിക്കത്തില്ല. പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി ടൈം കുറച്ച് ഫാസ്റ്റ് ആക്കി വയ്ക്കും. അതായത് 7 മണി എന്ന ടൈമിൽ പുള്ളിയുടെ വാച്ചിൽ കുറച്ചുകൂടെ മുമ്പേ ആയിരിക്കും, ചിലപ്പോൾ 8 മണിയായിരിക്കും. അപ്പോൾ പുള്ളി അത്ര അഡ്വാൻസ്ഡ് ആയിരിക്കും. 8 മണിയാവാൻ പോകുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഓഫീസിൽ പോകണം. 3 മണിയാവാൻ പോകുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. ചിലപ്പോൾ അതിൽ നെഗറ്റീവ്സും ഉണ്ടാകാം, പക്ഷെ പുള്ളി അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഓരോ ആളുകൾക്ക് ഓരോരോ നന്മ വരുന്നെങ്കിൽ 11:11 നല്ലതാണ്. അങ്ങനെ ഒരു ടൈം, നാളെ 11 മണി 11 മിനിറ്റിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വർക്കഹോളിക്കാവും, നമ്മൾ വർക്ക് ചെയ്യും. നടക്കട്ടെ, നല്ലതല്ലേ? വളരെ പോസിറ്റീവ് കാര്യം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ കളിയാക്കാൻ പറഞ്ഞല്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നു. ആ കുട്ടി വലിയ ഒരാളായതിനു ശേഷം ഇതേപോലെ ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അടുത്ത് ആ കുട്ടിയുടെ പാരൻസ് പോകുന്നു. പക്ഷേ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ, അതായത് ഈ കുട്ടിയുടെ ഗ്രഹനിലയും മറ്റും അറിയാനായിട്ടായിരിക്കുമല്ലോ എന്തിനായാലും പോവുക. പക്ഷേ ഈ കുട്ടിയുടെ ജനന സമയം പറഞ്ഞത് തെറ്റായി പോകുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഗ്രഹനില മുഴുവനായിട്ട് മാറ്റുമോ? ജാതകവശപ്രകാരം അങ്ങനെയാണ്. സമയം പറഞ്ഞു കൊടുത്തത് തെറ്റാണെങ്കിൽ ചിലപ്പോൾ ജാതകവും നക്ഷത്രവും തമ്മിൽ മാറിപ്പോകും. നക്ഷത്രം സ്ഥലം മാറിയാൽ മാറും. ജനിച്ച സ്ഥലം ഇല്ലേ, അത് മാറുന്നതനുസരിച്ച് നക്ഷത്രം മാറും. അതിനാണ് ഈ ബർത്ത് പ്ലേസ് ചോദിക്കുന്നത്. ജ്യോതിഷത്തിൽ IST സമയവുമായി ബന്ധമൊന്നുമില്ല. അതിൽ ബർത്ത് സ്ഥലം വെച്ചിട്ട് അക്ഷാംശം രേഖാംശം വെച്ചിട്ടൊക്കെയാണ് ഹൊറോസ്കോപ്പുകളൊക്കെ തയ്യാറാക്കുന്നത്. ബർത്ത് സ്ഥലം മാറിയാൽ സംഭവം മാറും. ഇപ്പം ദുബൈയിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ടൈം കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലെ ടൈം വെച്ച് എടുക്കരുത്. അവിടുത്തെ ടൈം വെച്ചിട്ട് തന്നെ എടുക്കണം. അവിടുത്തെ അക്ഷാംശം രേഖാംശം വെച്ചിട്ട് എടുക്കണം. അങ്ങനെയാണ് ഹോറോസ്കോപ്പ് എടുക്കുന്നത്. മാറും, ഓഫ് കോഴ്സ് മാറും. മാറിയിട്ടുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്ന പ്രകാരം ജനന സമയം അറിയാത്ത ഒരാൾക്ക് ജാതകം ഉണ്ടാവില്ലേ? അല്ല, അത് ജ്യോതിഷത്തിന്റെ ഒരു നിയമമാണ് കേട്ടോ.
നിങ്ങൾ അതിനകത്ത് നാളെ സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്യുന്ന പറഞ്ഞാൽ പറ്റില്ല. ജ്യോതിഷത്തിന്റെ നിയമം ഒരു നഷ്ടജാതകം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം വെച്ചിട്ട് നമുക്ക് ടൈം കണ്ടുപിടിക്കാം എന്നുണ്ട്. മേ ബി ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു നിയമം ജ്യോതിഷത്തിലുണ്ട്. അപ്പൊ അത് പ്രകാരം അവർക്ക് അങ്ങനെ ജാതകം എഴുതാം. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അത് വെച്ചിട്ട് അവരുടെ സ്റ്റാറൊക്കെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഫലം പറയാറുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അതായത് തങ്ങളുടെ കുട്ടികൾ നല്ല നക്ഷത്രത്തിൽ ജനിക്കണം, നല്ലൊരു ദിവസം ജനിക്കണം, ആ ഒരു പ്രകാരം പലരും പറഞ്ഞു കൊടുത്തിട്ട് ഇതേപോലെ സിസേറിയൻ വഴി കുട്ടികൾക്ക് ജന്മം നൽകുക. അപ്പൊ ആ ഒരു പ്രവണതയെ മുൻനിർത്തി സാറിന് എന്താണ് പറയാനുള്ളത് അതിനെ പറ്റി? അല്ല, അത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ അത് തെറ്റല്ലേ? അപ്പൊ പിന്നെ അവരുടെ ഫലം അവർക്ക് തന്നെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മളെല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ജ്യോതിഷത്തിലാണോ ദൈവത്തിലാണോ? ഒരു ഓൾമൈറ്റി, അങ്ങനെ ഒരു ശക്തി എന്നതിൽ വിശ്വസിക്കും. ദൈവം ജ്യോതിഷത്തിനുപരിയായി അങ്ങനെയല്ലേ നമ്മുടെ വിശ്വാസം? അതെ, നമ്മുടെ വിശ്വാസം ദൈവം വിചാരിക്കാതെ കൂടെ ഒരു കാര്യവും നടക്കത്തില്ലെന്നല്ലേ? ദൈവം വിചാരിച്ചിട്ടുണ്ടാവാം ആ സമയത്ത് സിസേറിയൻ ചെയ്തൊരു കുട്ടിക്ക് ജന്മം കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അങ്ങനെ ആവട്ടെ. പക്ഷെ അങ്ങനെ പലരും ഇപ്പൊ എടുക്കുന്നുണ്ട്. ഡോക്ടർമാർ തന്നെ പറഞ്ഞിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ടൈം എടുക്കുന്നില്ലെന്ന് തോന്നുന്നു മോളെ. എനിക്ക് തോന്നുന്നു നക്ഷത്രം എടുക്കുന്ന നല്ല നക്ഷത്രം വരണം അങ്ങനെയൊക്കെ. സത്യത്തിൽ അങ്ങനൊന്നും ഇല്ലെന്നേ. ചുമ്മാ ചിലരങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ഇപ്പൊ ആയില്യം നക്ഷത്രം അയൽ ദോഷം ജ്യോതിഷത്തിലുള്ള കാര്യമല്ല. അങ്ങനെ കാര്യമേ ജ്യോതിഷത്തിൽ ഇല്ല. ഒരു ഗ്രന്ഥത്തിൽ പോലും ആയില്യം നക്ഷത്രത്തിന് അയൽ ദോഷം എന്നില്ല. ഇന്ന് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും എല്ലാവർക്കും ആയില്യം നക്ഷത്രം ഇത് അങ്ങനെ പേടിയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു കുട്ടി എന്നോട് വന്നിട്ട് ഭയങ്കര വിഷമത്തിൽ പറഞ്ഞ് അതിന്റെ അമ്മൂമ്മയ്ക്ക് പോലും പേടിയാണ് ആയില്യം നക്ഷത്രം. അങ്ങനെ കാര്യമേ ഇല്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്, സംഭവമേ ഇല്ല. അതുപോലെ ഈ ഹിന്ദുക്കൾക്ക് മാത്രമാണല്ലോ ഈ ചൊവ്വാദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ എന്താ വിചാരിക്കുന്നത്? ഈ എല്ലാവരും വിചാരിച്ച് പേടിപ്പിക്കുന്ന എന്തോ അവസ്ഥ. അങ്ങനെയല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ചൊവ്വാദോഷത്തിലുള്ള ആളെ കല്യാണം കഴിച്ചാൽ അങ്ങനെയുമില്ല. അങ്ങനെയും ചൊവ്വാദോഷമുള്ള ആളെ കല്യാണം ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെയല്ല. ജ്യോതിഷത്തിലെ നിയമം ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് അതേപോലെ സമാനമായ ഒരു ജാതകം ആളെ തന്നെ വേണം എന്നല്ല. പക്ഷെ അങ്ങനെയുമില്ല. ഭൗമതുല്യോ യഥാ ഭൗമേ പാപോവാദാദൃശ്യോ ഭവേത് ഉദ്വാഹ ശബദ പ്രോക്തരായു പുത്ര പൗത്രവ എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. ചൊവ്വ തന്നെ വേണമെന്നൊന്നുമില്ല, പാപഗ്രഹങ്ങളായാലും മതി. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഇതിന് നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണെന്ന് ഓർത്തോണം. പദ്യം ചൊല്ലിയിട്ടാണ് പറഞ്ഞു തന്നത്. ഇതിലെന്ന് വെച്ചാൽ ഈ ചൊവ്വ 7 8 നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ക്യാരക്ടർ സ്റ്റഡിയാണ്. അവർ ഇച്ചിരി അഗ്രസീവായിട്ട് പെരുമാറുന്നവരായിരിക്കും, കുറച്ച് ഇമോഷണലി ചിന്തിക്കുന്നവരായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരെ പറ്റി പറയുന്നുണ്ട്. അതിന് യോജിക്കുന്ന തരത്തിലുള്ള ഒരു പയ്യൻ വേണം, അത്രേ ഉള്ളൂ. അതിൻ്റെ സ്വഭാവം കറക്റ്റായിട്ട് വരണമെങ്കിൽ അവൻ്റെ ജാതകം ഇങ്ങനെ ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്. അല്ല ചൊവ്വാദോഷം ഉടനെ കെട്ടിയാൽ മരിച്ചു പോവുക അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ 10 പൊരുത്തം വരത്തില്ലല്ലോ. അങ്ങനെയല്ല, അങ്ങനെ വരില്ല. 10 പൊരുത്തം ഒത്തുമായിട്ട് വരത്തില്ല. അങ്ങനെ നല്ല മാത്രമേ ഉള്ളൂ 10 പൊരുത്തം. നല്ല പൊരുത്തമുള്ള ആൾക്കാർ ഒരുമിച്ച് കല്യാണം കഴിച്ച് ജീവിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. പൊരുത്തം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തതാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതൊരു വിശ്വാസമാണ്. ആക്ച്വലി എന്താണ് ജ്യോതിഷന്റെ ജോലി എന്നറിയോ? കേവലം പൊരുത്തം നോക്കി കൊടുക്കൽ മാത്രമല്ല. എന്നുവെച്ചാൽ പൊരുത്തം നോക്കരുതെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പൊരുത്തം നോക്കണം, പക്ഷെ അത് മാത്രമല്ല ജ്യോതിഷന്റെ കടമ. പൊരുത്തം നോക്കി നിങ്ങൾ നല്ലതാണെന്ന് പറയുന്ന കല്യാണം കഴിക്കാൻ പോകുന്നവരെ ഒന്നുകിൽ വിവാഹത്തിന് മുമ്പ് അല്ലെ വിവാഹശേഷം വിളിച്ചിരുത്തി ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ. ഇപ്പം ഈ കല്യാണത്തിന് മുമ്പ് വരെ നമ്മളൊക്കെ കാണിക്കുന്ന ഒരു മാസ്ക് ഇട്ട മുഖമായിരിക്കും. റിയൽ ഫേസ് ആരും കാണിക്കത്തില്ല. പ്രത്യേകിച്ച് പ്രണയിക്കുമ്പോൾ റിയൽ ഫേസ് കാണിക്കത്തേ ഇല്ല. അപ്പം റിയൽ ഫേസ് വരുന്ന എപ്പോഴാണ്? കല്യാണം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതല്ല ആൾ, ഇതാണ് ആള്. അപ്പൊ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി പോകണം എന്ന് ഒരു ആസ്ട്രോളജറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പോലെ വേറൊരാൾക്ക് പറ്റില്ല. ആക്ച്വലി ആസ്ട്രോളജറുടെ ജോലി അതുകൂടാണ്, സൂചന നൽകുക ജീവിതത്തെ പറ്റി. പിന്നെ സൈക്കോളജിസ്റ്റുകൾ പ്രീ മാരേജ് കൗൺസിലിംഗ് ചെയ്യും. അതിന് മറ്റൊരു വശം പ്രീ മാരേജ് കൗൺസിലിംഗ് ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ വിവാഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ജ്യോതിഷിക്ക് നല്ലപോലെ പറ്റും. കാരണം അവർ അത്രയും ജീവിതങ്ങൾ കാണുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ ജ്യോതിഷത്തിന് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു വശമുണ്ടോ? പിന്നെ മനഃശാസ്ത്രപരമായ വശം ഉള്ളത് കൊണ്ടല്ലേ പ്രശ്നവുമായിട്ട് വരുന്ന ഒരാളെ ഹീലിംഗിൽ പറഞ്ഞു വിടുന്നത്. പക്ഷെ അതൊരു അൾട്ടിമേറ്റ് ആയിട്ടൊരു ഫൈനൽ സൊല്യൂഷൻ അല്ലത്. അതിന് പഠിച്ച ഞാൻ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്ന ആളാണ്, റെഫർ ചെയ്യുന്ന ആളാണ്, ഞാൻ പറഞ്ഞു വിടാറുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമുക്കൊരു ഫസ്റ്റ് ഓഫ് ഓൾ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരുത്തനെ ഒരു വിശ്വാസിയാണെങ്കിൽ
അവനെ തിരിച്ചു കൊണ്ടുവരാൻ പിന്തിരിപ്പിക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ. അല്ല, മോഹൻലാൽ പറയുന്ന പോലെ പൂ പറിക്കുന്നത് പോലെ പൂ പറിക്കുന്ന നിസ്സാരമായ ഒരു ജോലിയാണ്. സിമ്പിളായിട്ട് എത്ര പേര്, ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാ ജ്യോതിഷികൾക്കും അത് പറ്റും. വളരെ സിമ്പിളാണ്. വിശ്വാസി ആയിരിക്കണം. വളരെ സിമ്പിളാണ്. അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല, ചിന്തിക്കത്തില്ല അവർ ഒരിക്കലും. എന്ന് പറഞ്ഞാൽ പറയുന്ന ടൈമിൽ അവരിപ്പോൾ നമുക്കിപ്പോൾ ചെയ്യണം, നമ്മുടെ ജീവിതം ഇതോടെ അവസാനിച്ചു, ഇനി മുമ്പോട്ടൊരു ജീവിതം ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു ആസ്ട്രോളജറുടെ മുമ്പിൽ പോയിരുന്നാൽ ഈ പറഞ്ഞ പോലെ പൂ പറിക്കുന്ന പോലെ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അത് എല്ലാ ആസ്ട്രോളജർക്കും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മണി മോട്ടീവ് അല്ലാത്ത അങ്ങനെയുള്ളവരാ കൂടുതൽ, അങ്ങനെയുള്ളവരാണ് കൂടുതൽ. പക്ഷെ അവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയത്തില്ല. കാരണം ഇവരൊരു അറ്റാക്കിങ് ആളുകളാണ്. ഗ്യാങ്ങാണ്. ഇവരുടെ പണമുണ്ട്. ഇവർ ചില വീഡിയോസിനൊക്കെ താഴെ ഫേക്ക് ഐ ഡി എന്ന് വന്നിട്ട് പൂരത്തെറി കമന്റ് ഇടും. ഇവന്മാർ 10-25 ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കി. ഈ അടുത്ത സമയത്ത് ഒരു ആസ്ട്രോളജറുമായിട്ട് പിണങ്ങി വന്നിട്ട് ഒരാൾ എന്നോട് പറഞ്ഞാണ് 25-30 ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, പോയി തുരുതുരാ തെറി കമന്റ് ഇടുകയാണ്. വേറൊരാളത് താങ്ങത്തില്ല. എനിക്ക് പിന്നെ ഇതൊരു രസമാണ്. എനിക്ക് 10 തെറി കമന്റ് വരുന്നത് കണ്ടാൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് പറയുന്നതിനകത്തൊരു ത്രില്ലുണ്ട്. ശത്രുക്കളില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിർഗുണനാണെന്നാണ് അർത്ഥം. ധൈര്യമായിട്ട്. പക്ഷെ എൻ്റെ പേജിൽ വന്ന ഒരാൾ ഇടത്തില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ കണ്ടെത്തുന്നതുകൊണ്ടായിരിക്കും. എൻ്റെ പേജിൽ വന്ന ഒരാൾ ഇട്ടിട്ടില്ല. നിങ്ങൾ എൻ്റെ പേജിലേക്ക് കയറി കമന്റുകൾ മൊത്തം വായിക്കും. അനാവശ്യ കമന്റ് ഒരാൾ ഇടത്തില്ല. എന്തുകൊണ്ടാണ്? പറയുന്നത് സത്യമാണെന്ന് അല്ല, എല്ലാ കമന്റും മറുപടി കൊടുക്കും. ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഇവനതിന് മറുപടി ഇല്ല. എന്ത് മറുപടി വരും? വേറൊരു സ്ഥലത്ത് പോയി ഇടും. ഞാൻ അവിടെ പോയി ചോദിക്കാറില്ല. എന്തിനാണ് ചോദിക്കുക? എൻ്റെ പേജിൽ വാ, ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എന്ത് ചോദ്യവും താഴെ ചോദിക്കുക. ഒരു കമന്റ് ഡിലീറ്റ് ചെയ്തില്ല. ഒറ്റ കമന്റ് അമ്മയ്ക്ക് വല്ലതും വിളിച്ചാൽ ഡിലീറ്റ് ചെയ്യും. എനിക്കത് അമ്മയ്ക്കും അച്ഛനും പറയുന്നത് ഇഷ്ടമല്ല. ബാക്കി ഒരു കമന്റും ഡിലീറ്റ് ചെയ്തില്ല. എന്താ വരാത്തത്? നിങ്ങൾ എൻ്റെ പേജ് കയറി നോക്ക്, കമന്റ് ബോക്സ് ഓപ്പൺ ആണ്. ആയിരക്കണക്കിന് കമന്റുകൾ വന്നിട്ടുള്ള പോസ്റ്റുകളുണ്ട്. കയറി നോക്ക്, എന്താ വരാത്തത്? വേറെ അടുത്ത് പോയി തെറി വിളിക്കും. അത് ഓരോ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക. 10, 25, 50 ഫേക്ക് ഐ ഡി ഉണ്ടാക്കി തെറി വിളിക്കുക. ആ രണ്ട് ഇടയ്ക്ക് മെസ്സേജ് അയച്ചു, ചേട്ടൻ ഒരു ഏതോ ഇതിനകത്ത് ഇട്ടേണ്ട താഴെ മൊത്തം തെറിയാണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പക്ഷെ മറുപടി തരേണ്ടി വരും. ചോദിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, ഉത്തരം തന്നിട്ടേ പോകാൻ പറ്റും. കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് ഒരുപാട് ജ്യോതിഷികൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇത് വെറുതെ വന്നിട്ട് വിശ്വാസികളെ പറ്റിക്കുക, പൈസ ഉണ്ടാക്കുക, കുറേ എണ്ണം പൈസയും കൊണ്ട് അങ്ങോട്ട് ജീവിക്കുക, ലക്ഷങ്ങൾ ഉണ്ടാക്കുക, ബാക്കി പാവപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ ദരിദ്രന്മാരായി മാറുക. ഇതെന്തിനാണ് ഞാൻ എതിർക്കുന്നത്? ഇതെൻ്റെ കുലത്തൊഴില്ല. അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കത്തേ ഇല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സമ്മതിക്കത്തില്ല. എത്ര തെറി വിളിച്ചാലും, ആയിരക്കണക്കിന് ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കമൻ്റ് ഇട്ടാലും കൂടുതൽ ഊർജ്ജം ഉണ്ടാകത്തേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് ഈ ഫേക്ക് ഐ ഡി എന്ന് പറയുമ്പോൾ, ഇതേപോലെ ഹരി പത്തനാപുരം എന്ന പേരിൽ ഒരു ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരെ പറ്റിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ റീസെന്റ് ഞാനും ദുൽഖർ സൽമാനോട് നിൽക്കുന്നൊരു DP പണ്ട് എൻ്റെ വാട്സപ്പിൽ, എനിക്കത് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കുറേ നാൾ മുമ്പാണ്. അതായത് ദുൽഖറിൻ്റെ ഒരു ഫിലിം ഷൂട്ട് നടക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോയാണ്. അന്ന് ഞങ്ങൾ ക്യാരവാനിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എടുത്തൊരു ഫോട്ടോ ഞാനെടുത്ത് ഫേസ്ബുക്കിൽ വിട്ടു. എനിക്ക് തോന്നുന്നു എൻ്റെ DP-യിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഫോട്ടോ വെച്ചിട്ട് ഒരു ഫേസ്ബുക്ക് ID ഉണ്ടാക്കി. അപ്പം എന്നോട് ആരൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പക്ഷെ അത് ഗൗരവമായിട്ട് കണ്ടില്ല, വിട്ടു. പക്ഷേ ഒരു മനുഷ്യൻ, ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ കേട്ടോ, എനിക്ക് ഭയങ്കര ചിലപ്പോൾ ഇത് പറയുമ്പോൾ വിചാരിക്കും വെറുതെ പറയുന്നതാണ്. അദ്ദേഹം എത്രയോ ദൂരെ നിന്ന് ബസ് പിടിച്ച് വന്നിട്ട് എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, മോനെ ഞാനിപ്പോഴാണ് ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ എടുത്തത്, മോൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഞാൻ ഒരു ആളിങ്ങനെ വന്നു, അപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നിടത്ത് ഇങ്ങനെ വന്നിട്ട് അയാൾ പൂജാരിയാണ്, പൈസ തന്ന, അപ്പോൾ മോൻ അങ്ങനെ പൈസ ചോദിക്കത്തില്ലല്ലോ എന്നുള്ളതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി, അത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കൊച്ചുമോളാണ് സ്ക്രീൻഷോട്ട് എടുത്തതെന്ന് പറഞ്ഞ് പുള്ളി സ്ക്രീൻഷോട്ട് കാണിച്ചു. അപ്പം ഞാൻ ആ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്തിട്ട് അത് എഴുതി മേടിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഇങ്ങനെ ഒരു ഫേക്ക് ഐ ഡി കിടന്ന് കറങ്ങുന്നുണ്ട്, എനിക്ക് 10 പൈസ തരാത്തവർ ഈ ഫേക്ക് ഐ ഡിയും കൊണ്ട് ചെല്ലുന്നവർ പൈസ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടു, എന്ന് ഒരു ഇതിട്ടു. ഞാൻ ആരുടെ ഇങ്ങനെ അനാവശ്യമായിട്ട് പൈസ മേടിക്കാറില്ല കേട്ടോ, എനിക്ക് പരസ്യമായിട്ട് പറയുന്ന കാര്യമല്ല. അപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനോരമയ്ക്ക് എടുത്ത് വെച്ച് വാർത്ത ചെയ്തത്. അപ്പോൾ അതിന് താഴെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കൾ വന്ന് പറഞ്ഞു, പരാതി കൊടുക്കണം ചേട്ടാ, പരാതി കൊടുക്കണം ചേട്ടാ എന്ന് പറഞ്ഞു. അതുവരെ ഞാൻ പരാതിയെ പറ്റി ചിന്തിച്ചിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകൾ എന്നെ സ്നേഹബുദ്ധിയോ ഉപദേശിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുക്കുന്നത്. ഞാൻ അവരെ വളരെ വിശ്വാസമാണ് എനിക്ക് അവരെ, കാരണം അവർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളത്. ഞാനപ്പോൾ അവർ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ കൊട്ടാരക്കര സൈബർ വിങ്ങിൽ ഒരു പരാതി കൊടുത്തു, സൈബർ സെല്ലിൽ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഈ വടകരയുള്ള ഒരു പയ്യനാണ്, ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, വടകരയുള്ള ഒരു പയ്യനാണ്,
ആളുടെ പേര് പറഞ്ഞു, ഒരു പ്രത്യേക പേരാണ്. കാരണം പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ നാട്ടുകാർക്കല്ല അയാളെ മനസ്സിലായി. എനിക്ക് വ്യക്തിപരമായി ഒരാളെയും ദ്രോഹിക്കണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട് പേര്, കാരണം വെറൈറ്റി പേരാണ്, അധികം മാർക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് അങ്ങനത്തെ പേര്. അപ്പം അങ്ങനത്തെ ഇതാണ് പേര്. പക്ഷേ സാർ അത് ആ പയ്യൻ്റെതല്ല, അയാളുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് ആരോ എടുത്ത ഒരു സിമ്മിൽ എടുത്ത ഫേസ്ബുക്കാണ്. അയാളോട് സംസാരിച്ചിട്ട് അയാളൊരു മര്യാദക്കാരനാണെന്നാണ് തോന്നുന്നത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു. എങ്കിലും ഞങ്ങൾ IP അഡ്രസ്സ് പൊക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അല്പസമയം കൂടെ എടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ പേര് അപ്പോഴത്തേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു സാർ അങ്ങനെ ഒരു പയ്യൻ കണ്ണൂരുകാരനൊരാളെ നിങ്ങൾ വിളിച്ചു വരുത്തണ്ട, കാരണം കഷ്ടപ്പെട്ടിട്ട് അയാൾ ഇവിടെ വരെ വരിക, കാരണം അയാൾ തെറ്റുകാരനല്ലെങ്കിൽ നമ്മൾ അയാളോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണത്. അതുകൊണ്ട് അത് വിട്ടേക്കൂ, കുഴപ്പമില്ല. ആ പയ്യനോട് പറഞ്ഞേക്കൂ ഇനിയും ശ്രദ്ധിക്കണം, അയാളും പരാതി കൊടുക്കാൻ പറയണം. നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്യാണ്, കാരണം അവൻ പരാതി കൊടുത്തോണം, അവന് എന്തെങ്കിലും ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അവൻ നോക്കിക്കോളാൻ പറയണം. ഇപ്പം ഞാൻ ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് പരസ്യമായിട്ട് പറയാൻ പറ്റി. ചിലപ്പോൾ ആ പയ്യൻ എന്തെങ്കിലും വല്ലവരും ഇങ്ങനെ ചാറ്റ് ചെയ്ത് അക്കടി പറ്റി പോകത്തില്ലേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്ത് പറയാണ്. ഞാൻ ആ വിഷയം വിട്ടു. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ദുബൈയിൽ നിന്ന് എൻ്റെ വാട്സപ്പ് നമ്പർ തപ്പി പിടിച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ID ചാറ്റ് ചെയ്തു, അയാളൊരു നമ്പർ തന്നു, ഞാൻ ആ നമ്പറിൽ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. എന്നിട്ട് ആ കുട്ടി ആ ചാറ്റും നമ്പറും അയച്ചു തന്നു. ഇവൻ ഈ കുട്ടിയോട് രാത്രി ചോദിക്കുകയാണ് ഏത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെന്ന് നോക്കെ. അപ്പോൾ ഈ കുട്ടി വളരെ അങ്ങനെ ആ കുട്ടി ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ആ കുട്ടി ഇത് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുമോ എന്നിട്ട് ആ കുട്ടി അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് പിന്നെ പലരുടെ കയ്യിൽ നിന്ന് നമ്പർ തപ്പിയെടുത്തിട്ട് എനിക്കിത് അയച്ചത്. ഞാൻ ട്രൂ കോളർ കയറി നോക്കിയപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞ അതേ പേരാണ്. ഇവൻ കള്ളനാണ്. ഇവൻ ഉണ്ടാക്കിയ ID ഇവൻ പോലീസുകാരെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. അവനെ സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞു, നമ്മൾ സാറേ അവനെ തന്നെയാണ് അതാള്, അവനെ നിങ്ങൾ വിളിപ്പിച്ചിട്ട് താക്കീത് ചെയ്യണം, എനിക്ക് കാണണമെന്നോ എനിക്ക് അവനെ ജയിലിലിടണമെന്നോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവനത് ചെയ്യുന്ന തെറ്റാണ്, അവൻ ക്രിമിനലാണ്, അവനെ അത് താക്കീത് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കുട്ടി എങ്ങാനും ഇപ്പം ഞാനാണെന്നുള്ള ധാരണയിൽ നാളെ ഈ കുട്ടി ഇതെടുത്തിട്ട് ഹരി പത്രാപുരം എന്നോട് ഇങ്ങനെ മോശമായി ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കയറി അങ്ങ് പോകും. നാളെ ഇത് ഞാനല്ലെന്ന് പറഞ്ഞാൽ ഒരുത്തരും ഇത് ഷെയർ ചെയ്യത്തില്ല, ആരും അറിയില്ല. നാളെ ഞാൻ എന്ത് പറഞ്ഞാലും നീ പെണ്ണുങ്ങടുത്ത് ചാറ്റ് ഇങ്ങനെ ചെയ്തില്ലടാ എന്ന് ചോദിച്ച് കമന്റ് വരില്ലേ? ആലോചിക്കുക എന്തൊരവസ്ഥയാന്ന്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നിപ്പോ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ അടിച്ചു കൊടുത്ത് കയറുമ്പം എൻ്റെ ഇതിനകത്ത് എന്തോ അടിച്ചു കൊടുത്ത് കയറുമ്പോൾ ഏതോ ഒരു ലിങ്കിലേക്ക് ചെല്ലും, അവിടെ ഒരു നമ്പറുണ്ട്, അത് കോയമ്പത്തൂർ കണ്ടുള്ളൊരു സ്വാമിയുടെ നമ്പറാണ്. ഇത് എങ്ങനെയെന്ന് എനിക്കിതൊന്നും അറിയത്തില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തോരം ശത്രുക്കളല്ലേ ഇത്. ശത്രുക്കളൊന്നും ആയിരിക്കത്തില്ല, നീ പൈസ അടിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് എങ്ങനെ ഇതിനെ തടയിടാൻ പറ്റും? പ്രശ്നമാണ്, ശ്രദ്ധിച്ചൊക്കെ പോകണം. അതെ. ഓക്കെ സാർ, ഇത്രയും നേരം നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാകും വിധം ഒരുപാട് നല്ല നല്ല മെസ്സേജുകളാണ് നമ്മൾ ഈ ഒരു അഥീനാസ് ചാറ്റ് ഷോയിലൂടെ അല്ലെ ചാറ്റ് വിത്ത് അഥീനയിലൂടെ സർ മുന്നോട്ടേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഒത്തിരിയേറെ നന്ദി. ഇതുപോലെ എല്ലാവരും സാറിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ട് സാറിനെ സപ്പോർട്ട് ചെയ്ത് ഇനിയും സാറിൻ്റെ ആ ഒരു ഫാൻ ബേസ് ഇങ്ങനെ കൂടി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒത്തിരി ഒരുപാട് ചാനലുകളിൽ ഇൻ്റർവ്യൂ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വളരെ താല്പര്യം തോന്നുന്ന ഇൻ്റർവ്യൂസ് വളരെ ചുരുക്കമേ ഉള്ളൂ. കാരണം അത് ചോദിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. നമ്മളെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രീ പ്ലാൻ ഇല്ലാതെ ചോദിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ ഒരിക്കലും വന്നപ്പോൾ എന്തൊക്കെയാണ് എന്നോട് ചോദിക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ ഒരാളോടും അങ്ങനെ ചോദിക്കാറില്ല. കാരണം എന്ത് ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന, അറിയാത്തത് ഞാൻ അറിയത്തില്ലെന്നും പറയുന്ന ആളാണ്. പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് അധീനയുടെ ചോദ്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊരു പ്രഡിക്ഷനായിട്ട് എടുത്തു, ആസ്ട്രോളജിക്കൽ പ്രഡിക്ഷൻ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾ നല്ല അറിയപ്പെടുന്ന ഒരു നിലയിലുള്ളൊരു രീതിയിലേക്ക് എത്തിച്ചേരാൻ നല്ല കഴിവുള്ള ഒരാളാണ്. അതുകൊണ്ട് കൂടുതൽ നല്ല നല്ല ഇൻ്റർവ്യൂ, നമ്മളെപ്പോലെ ചെറിയ ആളുകൾ മാത്രമല്ല വലിയ ആളുകളെയും ഇൻ്റർവ്യൂ ചെയ്ത് നല്ല നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.